അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ അഹ്ലൻ വസഹ്ല കൈഫ ഹാലുക്കും സ്വബാഹൽ ഖൈർ. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു വിഷയമുണ്ട് അല്ലേ. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ഒരു ലോകമാണ് അല്ലേ. എപ്പോഴും നമ്മളൊരു മത്സരത്തിന് വേണ്ടി എന്നും തയ്യാറായിക്കൊണ്ടിരിക്കണം അല്ലേ. മത്സരിച്ച് വിജയിക്കുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ സാറന്മാരെ നമ്മളോട് നിരന്തരമായി പറയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എക്സാമിന് നമുക്കറിയാം, നമ്മുടെ USS എക്സാം അല്ലേ, നമ്മുടെ 7ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള USS എക്സാം അല്ലേ, അതിനുവേണ്ടി തയ്യാറാകുന്ന നിങ്ങൾക്ക് നമ്മുടെ അറബിക് ഭാഗവുമായി ബന്ധപ്പെട്ട, അറബിക് വിഷയവുമായി ബന്ധപ്പെട്ട, അറബിക് പോർഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ അല്ലേ, നമ്മുടെ എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ എക്സാമിന് ചോദിക്കാൻ അല്ലേ, നമുക്കറിയാം നമ്മുടെ അറബി, നമ്മൾ 7ാം ക്ലാസ് വരെ പഠിച്ച അറബിയിലെ ഗ്രാമറുകൾ അല്ലേ, ആ ഗ്രാമറുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയിട്ട് വളരെ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ടതും GK-യുമായി ബന്ധപ്പെട്ട അറബിയിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ 7ാം ക്ലാസ് വരെ പഠിച്ച അറബിയിലെ ഗ്രാമറുകളാണ് അല്ലേ. അപ്പോൾ ആ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, അതിൻ്റെ രീതികൾ, ഒരു പാറ്റേണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ ചോദ്യത്തിൻ്റെയും അല്ലേ എങ്ങനെയാണ് ഈ ഉത്തരം വരുന്നത് അല്ലേ. നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യം ഉത്തരം നമ്മൾ പഠിച്ചാൽ അതുപോലത്തെ ഏത് ചോദ്യം വന്നാലും, ആ ഒരു ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുക, നമ്മൾ മുഴുവനായിട്ടും പഠിപ്പിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ അറബിക്കിൻ്റെ ഗ്രാമറുകളും അല്ലേ, ഓരോ ഗ്രാമറുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ഈ ഉത്തരം വരുന്നത്, എങ്ങനെയാണ് ഈ ഗ്രാമറുകൾ ഇങ്ങനെ ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മുഴുവൻ ഉത്തരങ്ങളും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലേ, നേരെ തുടങ്ങാലോ അല്ലേ. നേരെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം തന്നെ നോക്കിയോളൂ. അദ്റുസു ഫി സൊഫി അല്ലേ, നമുക്ക് നോക്കാം. ഇതിൽ അസാബിഅത്ത് എന്നും കാണാം, അസാബിഅ എന്ന് കാണാം, സബ്അത്തിന് എന്നും കാണാം, സബ്അൻ എന്ന് കാണാം അല്ലേ. നമുക്കറിയാം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അദ്റുസു ഞാൻ പഠിക്കുന്നു, ഫി സൊഫി ക്ലാസ്സിൽ. ഇനി ഏത് ക്ലാസ്സിൽ എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 രീതിയിൽ സബ്അത്ത് ഏനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വരിക നമുക്ക് നോക്കാം. ഇതിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു അറബിക് ഗ്രാമറിന്റെ ഒരു രീതി ഉണ്ട്. ഏതാണത്? നഅത്ത് മൻഊത്ത് അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ് എന്ന് പറയുന്ന രീതി, അഥവാ നമ്മുടെ സൊഫ് എന്ന് പറയുന്ന വാക്കിന് എന്താണോ ഉണ്ടാവുക അത് തന്നെയായിരിക്കും അടുത്ത വാക്കിനും ഉണ്ടാവുക അല്ലേ. അപ്പൊ സൊഫിന് അലിഫ്ലാം ഉള്ളത് കൊണ്ട് ഇതിൽ നമുക്ക് അലിഫ്ലാം ഉള്ളത് ഏതാണോ അതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇതിൽ 2 അലിഫ്ലാം ഉള്ളതുണ്ട്, അസാബി എന്നുണ്ട്, അസാബിഅത്ത് എന്നുമുണ്ട് അല്ലേ. അപ്പൊ അതിൽ തന്നെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? അസ്സൊഫ് എന്ന് പറയുന്നത് മുഅന്നസ് ആണോ അതല്ല മുദക്കറാണോ എന്നുള്ളൊരു സംശയം വരും അല്ലേ. മുഅന്നസ് ആണെങ്കിൽ അത് സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ, ഇനി മുദക്കർ ആണെങ്കിലോ അത് ആണുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ സൊഫ് എന്ന് പറയുന്നത് മുഅന്നസ് ആണോ മുദക്കറാണോ വരിക? മുദക്കറാണല്ലോ അല്ലെ. സൊഫിന് താ മുഅന്നസിന്റെ ഒരു അടയാളങ്ങളും ഇല്ല അല്ലെ. അപ്പൊ സൊഫ് എന്ന് പറയുന്നത് മുഅന്നസ് അല്ല, മുദക്കറാണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ സാബിഅത്ത് എന്ന് പറയുന്നത് മുഅന്നസും സാബിഅ എന്ന് പറയുന്നത് മുദക്കറുമാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഏതാണ് ഉത്തരം കിട്ടുക? സാബിഅ അല്ലെ. അതാവുമ്പോഴല്ലേ കറക്റ്റ് ഉത്തരമാവുക. അസ്സൊഫ് എന്ന് പറയുന്നതിന്റെ അതേപോലെ വരുന്ന വാക്ക് ഏതാണോ അതാണ് ശരിയായ ഉത്തരം. അപ്പോൾ സൊഫിന് അലിഫ്ലാം ഉണ്ട്. അപ്പൊ അലിഫ്ലാം ഉള്ള 2 ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് 2 ലഭിക്കും. ഏതൊക്കെയാണ് ലഭിക്കുക? അസ്സബ്അത്തും കിട്ടും, അസാബിയും കിട്ടും അല്ലെ. അപ്പൊ അസ്സബ്അത്തും കിട്ടും, അസാബിയും കിട്ടും അല്ലെ. ഇത് 2 ലഭിക്കും. അപ്പൊ ഇത് 2 ഏതാണ് ഉത്തരം അല്ലെ? ഇവിടെ സൊഫിന് അലിഫ്ലാം ഉള്ളത് കൊണ്ട് തന്നെ സാബിയത്തിൽ അലിഫ്ലാം ഉണ്ട്, സബയിൽ അലിഫ്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അപ്പൊ ഇത് 2 ഏതോ ഒന്നാണ് ഉത്തരം നമുക്ക് ഉറപ്പായല്ലോ. പിന്നെയുള്ള സംശയം മുഅന്നസ് മുദക്കർ അല്ലെ. അപ്പൊ സൊഫ് എന്ന് പറയുന്നത് മുഅന്നസ് അല്ലല്ലോ, മുദക്കറാണല്ലോ അല്ലെ, മുദക്കറാണ്. അപ്പൊ മുദക്കറാകുമ്പോ സൊഫ് എന്ന് പറയുന്നത് മുദക്കറാകുമ്പോ അപ്പൊ അടിയിൽ ഇവിടെ സാബിഅത്തിന് ഒരു താ കാണാം. അത് എന്തിന്റെ അടയാളാണ്? മുഅന്നസിന്റെ അടയാളം അല്ലെ. അപ്പൊ അസാബിഅത്ത് എന്നുള്ള ഉത്തരം തെറ്റായിരിക്കും. എന്താ വരിക? ശരിയായ ഉത്തരം അസാബി, കാരണം അതിന് മുദക്കറാണ് അല്ലെ, അതിന് താ ഇല്ല. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ അദ്റുസു ഫി സൊഫി സാബിഅ. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ നഅത്ത് മൻഊത്ത് പോലെ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിച്ചല്ലോ. ഓക്കെ അല്ലേ. ഇനി നേരെ 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിയേ,
നജഹത്തിൽ ബിന്തു, നോക്കണേ, നജഹത്തിൽ ബിന്തു വിദ്യാർത്ഥി വിജയിച്ചു, നജഹത്തിൽ ബിന്തു വിദ്യാർത്ഥിനി വിജയിച്ചു. ഇനി നമുക്കിനി 4 ഓപ്ഷൻ ഉണ്ട് ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ. അപ്പൊ ഇത്ര വിദ്യാർത്ഥികൾ വിജയിച്ചു എന്ന് പറയും നമ്മൾ എങ്ങനെയാണ്? നോക്കിയേ എങ്ങനെയാണ് വരിക? നജഹത്ത് വിജയിച്ചു, അൽ ബിന്തു വിദ്യാർത്ഥിനി വിജയിച്ചു അല്ലെ. അപ്പൊ ഇനി തിസ്അത്തു എന്ന് പറഞ്ഞാൽ 9 എന്നുണ്ട്, അത്താസിഅത്ത് 9ാമത്തെ എന്നുണ്ട്, അത്താസിഅ 9 എണ്ണം എന്നുള്ളുണ്ട്, അത്തിസ്അത്ത് അല്ലെ. നോക്കിയേ, ഇപ്പൊ അൽ ബിന്തു എന്നുള്ളതിന് എന്ത് കാണാം നമുക്കിവിടെ? അലിഫ്ലാം കാണാം. അപ്പൊ അലിഫ്ലാം ഉള്ളത് നേരത്തെ പറഞ്ഞ അതേ രീതിയാണ് പറയുന്നത്, സിഫത്ത് മൗസൂഫ് അല്ലെ, നഅത്ത് മൻഊത്ത് അങ്ങനെ വരുന്നതായിരിക്കും ഉത്തരം അല്ലെ. അപ്പൊ നമ്മുടെ ബിന്ത് എന്ന് പറയുന്നതിന് എന്തുണ്ട്? പറഞ്ഞേ ബിന്ത് എന്ന് പറയുന്നതിന് അലിഫ്ലാം ഉണ്ട്. അപ്പൊ അലിഫ്ലാമുള്ള ഏതോ ഒന്നായിരിക്കും ഉത്തരം. അലിഫ്ലാമുള്ള ഉത്തരം ഏതാ? 2 എണ്ണം നമുക്ക് 3 എണ്ണം നമുക്കിവിടെ അലിഫ്ലാമുള്ളതായിട്ട് കാണാം. 3 എണ്ണം അലിഫ്ലാമുള്ളതായിട്ട് കാണാലോ. അപ്പൊ അതില് ബിന്ത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രത്യേകത, നേരത്തെ പറഞ്ഞതുപോലെ ബിന്ത് എന്ന് പറയുന്നത് മുഅന്നസ് ആണോ മുദക്കറാണോ വരിക? മുഅന്നസ് അല്ലേ വരിക. അപ്പൊ താസിയ എന്നുള്ളത് തെറ്റായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ താസി എന്ന് പറയുന്നത് മുദക്കറാണ്, കാരണം താസി അലിഫ്ലാം ഇല്ല, മുഅന്നസ് ആവുമ്പോൾ അലിഫ്ലാം വരണ്ടേ. ഇനി ആ താസി അത്തുണ്ട്, ആ തിസ്അത്ത് ഒന്നുണ്ട് അല്ലെ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അത്താസിഅത്ത് ശരിക്കും മനസ്സിലാക്കണേ. അത്താസിഅത്ത് എന്ന് പറഞ്ഞാൽ 9ാമത്തെ എന്നുള്ള അർത്ഥമാണ് വരിക. ഓക്കെ, നേരെ മറിച്ച് അത്തിസ്അത്ത് എന്ന് പറഞ്ഞാലോ 9 എണ്ണം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ നമുക്കിവിടെ വേണ്ടത് 9 വിദ്യാർത്ഥിനികൾ വിജയിച്ചു. നജഹത്തിൽ ബിന്തു തിസ്അ അല്ലെ. അപ്പൊ 9 വിദ്യാർത്ഥികൾ വിജയിച്ചു. 9ാമത്തെ വിദ്യാർത്ഥി വിജയിച്ചു എന്നല്ല, എന്താ വരിക? 9 വിദ്യാർത്ഥികൾ വിജയിച്ചു. അപ്പൊ ഏതാണ് ശരിയായത്? ഇതായിരിക്കും ശരിയായ ഉത്തരം, അത്തിസ്അ. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഫത്ത് മൗസൂഫ് എന്നുള്ള നിലക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ചോദ്യങ്ങളും. അപ്പൊ അതിന്റെ പ്രത്യേകത, നമ്മൾ എന്താണ് അതിന്റെ മുമ്പുള്ള സിഫത്ത് മൗസൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ള ബിന്ത് എന്നുള്ളത് മൗസൂഫും തിസ്അത്ത് എന്നുള്ളത് സിഫത്തുമായിരിക്കും. അതുപോലെ തന്നെ ഈ ചോദ്യത്തിലാണെങ്കിൽ സൊഫ് എന്ന് പറയുന്നത് മൗസൂഫും സാബി എന്ന് പറയുന്നത് സിഫത്തുമായിരിക്കും അല്ലേ. അപ്പൊ മൗസൂഫ് സിഫത്തും ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരേപോലെ ആയിരിക്കണം എന്നാകുമ്പോൾ നമുക്കറിയാം ആ മൗസൂഫിനുള്ള അതേ സാധനങ്ങൾ സിഫത്തിനും വേണ്ടി വരും. അലിഫ്ലാമിന്റെ അലിഫ്ലാം വരേണ്ടി വരും, മുദക്കറാണെങ്കിൽ മുദക്കറാകേണ്ടി വരും, മുഅന്നസ് ആണെങ്കിൽ മുഅന്നസ് ആക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആക്കി നോക്കുമ്പോൾ ഇവിടെ സാബിയാണ് ഉത്തരം, ഇവിടെ തിസ്അത്താണ് ഉത്തരം. ഓക്കെ അല്ലേ? ഇനി 3ാമത്തെ ചോദ്യം നോക്കുക. യദ്റുസു പഠിക്കുന്നു, അഖി എന്റെ സഹോദരൻ പഠിക്കുന്നു, ഫിസ്സൊഫി അല്ലെ, ഫിസ്സൊഫി ഒരു ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലാണ് നോക്കിയേ. അൽ വാഹിദ് അഷർ എന്നുണ്ട്, അൽ ഹാദി അഷറ എന്നുണ്ട്, അൽ ഹാദി അഷറ എന്നുണ്ട്, അൽ ഹാദി അഷർ എന്നുണ്ട്. ഇത് ഏതാണ് വേണ്ടത്? അൽ വാഹിദ് അഷർ നമ്മൾ ഒരിക്കലും പറയൂല, കാരണം അൽ ഹാദി അഷറിനെ നമ്മൾ പറയുള്ളൂ അല്ലെ. ഫിസ്സൊഫി അൽ ഹാദി അഷർ അല്ലെ. അൽ ഹാദി അഷർ ഏതാണ് വരിക? അലിഫ്ലാം ഉള്ളത് നോക്കാം നമുക്ക്. അൽ ഹാദി അഷർ അല്ലെ, അൽ ഹാദി അഷർ ഏതാ വരിക? അൽ ഹാദി അഷർ. ഇതുപോലെ തന്നെ സിഫത്ത് മൗസൂഫിന്റെ ചോദ്യമാണല്ലോ. ഓക്കെ ഇതൊക്കെ സിഫത്ത് മൗസൂഫിന്റെ ചോദ്യം. പിന്നെ അടുത്ത് നോക്കണേ. വസലത്ത് അല്ലെ, സിഫത്ത് മൗസൂഫിന്റെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാലോ അല്ലെ. സിഫത്ത് മൗസൂഫിന്റെ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഇനി ഉത്തരം എഴുതാലോ, കൃത്യമായിട്ട് ഉത്തരം എഴുതാലോ. ഇനി നേരെ അടുത്ത ചോദ്യം നോക്കിയേ. വസൽത്തു ഞാൻ എത്തി, ഇലൽ കുല്ലിയത്തി കോളേജിലേക്ക് ഞാൻ എത്തിയപ്പോ ഫിസ്സാഅത്തി 2 മണിക്ക് എത്തി എന്നാണ് വേണ്ടത് അല്ലെ. അപ്പൊ സാഅത്ത് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഫത്ത് മൗസൂഫിന്റെ ഒരു ചോദ്യമാണ്. അസ്സാഅത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, സാഅത്ത് എന്ന് പറയുന്ന മൗസൂഫാണ്, അതിന് പറ്റിയ സിഫത്ത് ഇതിലേതാ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാഅത്ത് എന്ന് പറയുന്നതിന് പറ്റിയത് ഏതാന്ന് നോക്കുക. അത് സാഅത്തിന് അതുപോലെ നമ്മൾ പറഞ്ഞു സിഫത്തും മൗസൂഫിനും ഒരേതാണ് ഉണ്ടാവുക. അലിഫ്ലാം ഉണ്ടെങ്കിൽ ഇതിനും അലിഫ്ലാം ഉണ്ടാവും, മുദക്കറാണെങ്കിൽ ഇത് മുദക്കറായിരിക്കും, അത് മുഅന്നസ് ആണെങ്കിൽ ഇത് മുഅന്നസ് ആയിരിക്കും അല്ലെ. അങ്ങനെയല്ലേ സിഫത്ത് മൗസൂഫും. അപ്പൊ സിഫത്ത് മൗസൂഫിന് മൗസൂഫായ സാഅത്ത് അല്ലെ, സാഅത്തിന് അലിഫ്ലാം ഉള്ളത് കൊണ്ട്, സാഅത്തിന് അലിഫ്ലാം ഉള്ളത് കൊണ്ട് അപ്പൊ സിഫത്തിന്റെ നമ്മൾ നോക്കുക, സിഫത്തിൽ ഏതൊക്കെയാണ് അലിഫ്ലാം ഉള്ളത്? ഇത് രണ്ടുമാണ് അലിഫ്ലാം ഉള്ളത് അല്ലെ, ഓക്കെ അല്ലേ? ഇത് രണ്ടുമാണ് അലിഫ്ലാം ഉള്ളത്. ഇനിയപ്പോ നമ്മൾ ഇത് രണ്ടിൽ ഏതാണ് ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. അപ്പം ഉത്തരം കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
മുദക്കറാണെങ്കിൽ, മൗസൂഫ് മുദക്കറാണെങ്കിൽ അതിന്റെ സിഫത്തും മുദക്കറായിരിക്കും അല്ലെ. ഇനി മുഅന്നസ് ആണെങ്കിൽ അല്ലെ, സിഫത്തും മുഅന്നസ് ആയിരിക്കും. അപ്പം സാഅത്ത് എന്ന് പറയുന്ന താ അല്ലെ, അവിടെ മുദക്കർ അല്ല മുഅന്നസ് ആണെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉത്തരം ഏതാണ്? അസാനിയത്ത് അല്ലെ. അസാനിയത്ത്, അസാനി എന്ന് പറയുന്നത് മുദക്കറിനുള്ളതാണ്, ഇവിടെ മുഅന്നസ് ആണ്. അപ്പൊ ഇത് മുഅന്നസ്, അപ്പൊ അസാനിയത്താണ് ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം വസൽതു ഇലൽ കുല്ലിയത്തി ഫി സാഅത്തി സാനിയ, ഫി സാഅത്തി സാനിയ. ഓക്കെ ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് കാണാം. കാന സുആൽ അല്ലെ, കാന സുആൽ എന്നൊരു ചോദ്യം കാണാലോ. കാന സുആൽ അല്ലെ, കാന സുആലു ഫിൽ ഇംതിഹാനി അല്ലെ. കാന സുആലു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഫത്ത് മൗസൂഫ് എന്നുള്ള ഒരു ചോദ്യമാണ് കാന സുആലു എന്നുള്ളൊരു ചോദ്യം അല്ലെ. കാന സുആലു നമുക്ക് അതുകൂടി നോക്കാം. കാന സുആലു ചോദ്യമായിരുന്നു, കാന സുആലു ചോദ്യമായിരുന്നു ഫിൽ ഡാഷ് ഫിൽ ഇംതിഹാനി സഹല അല്ലെ. എക്സാമിലുള്ള ചോദ്യം സിമ്പിൾ ആയിരുന്നു അല്ലെ. ഇനി സുആലിന്റെ സിഫത്ത് ഏതാണെന്നാണ് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സുആലിന്റെ സിഫത്ത് ഏതായിരുന്നു എന്നാണ് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നോക്ക സുആലിന്റെ ചോദ്യം അല്ലെ, സുആലിന്റെ സിഫത്ത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കാന സുആലു ചോദ്യമായിരുന്നു, എത്രാമത്തെ ചോദ്യം? ഇനി അതാണ് കണ്ടുപിടിക്കേണ്ടത്. അസാനി അഷർ അല്ലെ. ഇവിടെ സാനിയത്ത് അഷർ ഉണ്ട്, സാനിയത്ത് അഷർ നമുക്ക് കാണാം. അസാനി അഷർ ഉണ്ട്, സാനി ആഷിർ ഉണ്ട്, അസാനി അൽ ആഷിർ ഉണ്ട്. ഇത് 4 എണ്ണത്തിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സാനിയത്ത് എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് താ എന്നുള്ളത് വന്നത് കൊണ്ട് തെറ്റായിരിക്കും. കാരണം നമ്മുടെ സുആൽ എന്ന് പറയുന്നത് മുദക്കറാണ് അല്ലെ. സുആൽ എന്ന് പറയുന്നത് മുദക്കറാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. സാനി, അപ്പൊ സുആൽ എന്നുള്ളത് മുദക്കറായത് കൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ശരിയായ ഉത്തരം വരിക ഏതായിരിക്കും ശരിയായ ഉത്തരം വരിക? ശരിയായ ഉത്തരം വരിക ഏതായിരിക്കും? അലിഫ്ലാം, നമ്മൾ പറഞ്ഞതുപോലെ അലിഫ്ലാം ഉള്ളതായിരിക്കണം. പിന്നെയോ അലിഫ്ലാം ഉള്ളതായിരിക്കണം. പിന്നെ മുദക്കറാണോ മുഅന്നസ് ആണോ എന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പൊ മുദക്കറാണോ മുഅന്നസ് ആണോ എന്ന് നോക്കുമ്പോൾ ഏതാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 4 എണ്ണത്തിൽ അലിഫ്ലാം ഉള്ളത് നോക്കുകയാണെങ്കിൽ ഇതൊഴികെ ബാക്കിയുള്ളതൊക്കെ അലിഫ്ലാം ഉള്ളതാണ് അല്ലേ. അപ്പൊ അതല്ല ഉത്തരം. ഇനി അടുത്ത അലിഫ്ലാം ഉള്ള 3 എണ്ണത്തിൽ മുദക്കർ, സുആൽ എന്ന് പറയുന്നത് മുദക്കറാണ് അല്ലെ, ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ സുആൽ എന്ന് പറയുന്നത് മുദക്കർ ആയതുകൊണ്ട് തന്നെ സാനിയത്ത് എന്നുള്ളത് എന്താണ്? സാനിയത്ത് എന്നുള്ളത് നോക്കിയ, സാനിയത്ത് എന്നുള്ളത് മുഅന്നസ് ആണോ മുദക്കറാണോ? മുഅന്നസ് അല്ലേ. അപ്പൊ മുഅന്നസ് പറ്റൂലല്ലോ. ഇല്ല, മുഅന്നസ് പറ്റൂല. അപ്പൊ മുഅന്നസ് പറ്റാത്തത് കൊണ്ട് സാനി അഷർ എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഓക്കെ. ഇനി അസാനി അഷറുണ്ട്, അസാനി അൽ ആഷിറും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 2 എണ്ണത്തിനും അലിഫ്ലാം ഉണ്ട്, ഇവിടെ 1ാമത്തേന് മാത്രമേ അലിഫ്ലാം ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 11 മുതൽ 20 വരെ എഴുതുമ്പോൾ അസാനി അഷർ അങ്ങനെയാണ് കൊടുക്കുക അല്ലെ. അസാനി അഷർ. അപ്പൊ ഇത് പ്രകാരം ഇത് തെറ്റും ഇത് ശരിയുമായിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അത് പ്രകാരം തെറ്റും അത് ശരിയായിരിക്കും അല്ലെ. ഓക്കെ. നമുക്ക് ഇനി ആദ്യം മുതൽ നോക്കാം. നേരത്തെ നോക്കാം. അൽ ഉർഫത്തു. നേരത്തെ ഒരു ചോദ്യം കൂടി നോക്കണേ. അൽ ഉർഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഉർഫത്ത് എന്ന് പറയുന്നത് റൂം അല്ലെ. മുദക്കറാണല്ലോ? അല്ല, മുഅന്നസ് ആണ് അല്ലെ. മുഅന്നസ് ആണ്. അതുപോലെ തന്നെ അലിഫ്ലാമും ഉണ്ട് അല്ലെ. അപ്പൊ അലിഫ്ലാമും ഉണ്ട്, എന്തുവാണ്? അലിഫ്ലാമും ഉണ്ട്, മുഅന്നസും ആണ് അല്ലെ. അപ്പൊ അതിൽ അടിയിലത്തെ ഓപ്ഷനില്ലേ നമ്മൾ നോക്കുക, അലിഫ്ലാം ഇല്ലാത്തത് ഏതാണ്? നമ്മൾ ആദ്യം നോക്കുക ഏതാണ് അലിഫ്ലാം ഇല്ലാത്തത്? ഹാദി അഷർ. അപ്പൊ അത് തെറ്റാണ്, ആദ്യം തന്നെ ഉറപ്പിക്കുക അല്ലെ. ഹാദി അഷർ അലിഫ്ലാം ഇല്ലാത്ത തെറ്റാണെന്ന് അപ്പം തന്നെ ഉറപ്പിക്കുക. അതിനുശേഷം അൽ ഉർഫത്തു, അതിനുശേഷം പിന്നെ അലിഫ്ലാം ഉള്ളതിൽ മുഅന്നസ് ആയതിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് മുദക്കർ ആയതുകൊണ്ട് ഇതും ഒഴിവായി അല്ലെ. അൽ ഹാദി എന്ന് പറയുന്നത് മുദക്കറാണ് അല്ലെ. അപ്പൊ അതും ഒഴിവായി. ഇനി അടുത്തതോ അൽ ഹാദിയത്ത് അഷറുണ്ട്, അൽ ഹാദിയ അഷറുണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? അൽ ഹാദിയത്ത് അഷറ. അൽ ഹാദിയ അഷർ തെറ്റാണ് അല്ലെ. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത് ഈ ചോദ്യം കൂടി നോക്കിയേ. അദ്റുസു അല്ലെ. അദ്റുസു ഞാൻ പഠിക്കുന്നു, ഫിസ്സോഫി സാബിയ അല്ലെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം വരും. അടുത്ത അദ്റുസു. അടുത്ത നജഹത്തിൽ ബിന്തു, വിദ്യാർത്ഥി വിജയിച്ചു. 9 വിദ്യാർത്ഥികൾ വിജയിച്ചു എന്നർത്ഥം വരും അല്ലെ. അൽ ഗുർഫത്തുൽ ഹാദി അഷർ ഫിൽ മുസ്തശ്ഫ ജദീദ് അല്ലെ.
ഹോസ്പിറ്റലിലെ 11ാം റൂം നമ്പർ വളരെ പുതിയതാണ് എന്നുള്ള അർത്ഥം അല്ലേ. ഇനി അടുത്തത് വസൽത്തു ഞാൻ എത്തി ഇലൽ കുല്ലിയത്തി കോളേജിലേക്ക് ഫിസ്സാഅത്തി സാനിയ 2 മണിക്ക് അല്ലേ. അടുത്ത് കാനസ്സുആലു സാനി അശർ ഫിൽ ഇംതിഹാനി സഹല അല്ലേ. ഇനി അടുത്ത് മൻ കാന വസീറൻ ലിത്തഅലീം അല്ലേ. വസീറുൻ ലിത്തഅലീം എന്ന് പറഞ്ഞാരാ? വിദ്യാഭ്യാസ മന്ത്രി അല്ലേ. മൻ ആരായിരുന്നു? കാന വസീറൻ ലിത്തഅലീം ഫി അവ്വലി ഹുകൂമത്തിൽ ഹിന്ദിൽ മുസ്തഖില്ല അല്ലേ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ. വസീറുൽ ലിത്തഅലീം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലൊക്കെ പഠിച്ചാണ് വസീറുൽ ലിത്തഅലീം അല്ലേ. എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് വസീറുൽ ലിത്തഅലീം അല്ലേ. വസീർ എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതല്ലേ. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലേ. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലേ. ഓക്കെ, മന്ത്രി. അപ്പൊ താലീം വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അല്ലേ? ഓക്കെ അബുൽ കലാം ആസാദ് അല്ലേ. ശരിയാണല്ലോ. ഓക്കെ, അബുൽ കലാം ആസാദ്. ഓക്കെ, ഇനി അടുത്ത് നോക്കണേ. അടുത്ത ചോദ്യം മൻ ആരാണ് യുറഫ് ബിംറാത്തൂരി താലീം അല്ലേ. ഇംബ്രാത്തൂറു താലീം അല്ലേ. വിദ്യാഭ്യാസത്തിന്റെ എംബറർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അല്ലേ. ഓക്കെ മൻ ആരാണ് യുറഫു അറിയപ്പെടുന്നത് ബിംറാത്തൂരി താലീം അല്ലേ. ഇംബ്രാത്തൂറു താലീം എന്നറിയപ്പെടുന്നത് ആരാണ്? ഇംബ്രാത്തൂറു താലീം എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിജിയാണോ? അല്ല അല്ലേ. അഹമ്മദ് ഷൗക്കിയാണോ? അഹമ്മദ് ഷൗക്കിയുമല്ല. പിന്നെയോ ത്വഹ ഹുസൈൻ ആണോ? ത്വഹ ഹുസൈനുമല്ല. പിന്നെ അബുൽ കലാം ആസാദ് അല്ലേ. അബുൽ കലാം ആസാദ് ഇംബ്രാത്തൂറു താലീം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഒന്നുകൂടി നോക്കുക. മൻ കാന വസീറൻ ലിത്തഅലീം വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെ ഇംബ്രാത്തൂറു താലീം എന്നറിയപ്പെടുന്നതും അബുൽ കലാം ആസാദ് അല്ലേ. ഇനി അടുത്ത് നോക്കുക. ഇസ്തറൈത്തു. അതുപോലെ തന്നെ നേരത്തെ വന്നതുപോലെ തന്നെ സിഫത്ത് മൗസൂഫ് പോലെയുള്ള ഒരു ചോദ്യമാണ്. ഇസ്തറൈത്തു ഞാൻ വാങ്ങി. മിനദ്ദുക്കാനി അല്ലേ. മിനദ്ദുക്കാനി അങ്ങാടിയിൽ നിന്നും ഞാൻ വാങ്ങി. ഖാരിതത്തൻ ഒരാഭരണം അല്ലേ. എന്താഭരണമാണ്? സർക്കാ എന്നാണോ? അൽ അസ്റഖ് എന്നാണോ? അസ്സർക്കാ എന്നാണോ? അസ്റഖ് എന്നാണോ? അൽ അസ്റഖ് എന്നാണോ? അസ്റഖ് എന്നാണോ? നമ്മൾ നോക്കണം. നമ്മൾ പറഞ്ഞതുപോലെ സിഫത്ത് മൗസൂഫ് ആകുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഖാരിതത്ത് എന്ന് പറയുന്നത് മൗസൂഫും അതിന്റെ സിഫത്ത് ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ 4 എണ്ണത്തിൽ ഈ ഖാരിതത്തിന് അലിഫ്ലാം ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഖാരിതത്തിന് അലിഫ്ലാം ഉണ്ടോ ഇല്ലയോ? ഖാരിതത്തിന് അലിഫ്ലാം ഇല്ലല്ലോ. അപ്പൊ ഖാരിതത്ത് എന്ന് പറയുന്നതിന് അലിഫ്ലാം ഇല്ലാത്തത് കൊണ്ട് തന്നെ സിഫത്തിനും അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പൊ അലിഫ്ലാമുള്ള അൽ അസ്റഖും അസ്സർക്കാവും ഒരിക്കലും ഉത്തരമാവാൻ സാധ്യതയില്ല അല്ലെ. പിന്നെ വരുന്നത് സർക്കാവ് എന്നുണ്ട്, അൽ അസ്റഖ് എന്നുണ്ട് അല്ലെ. നമുക്കറിയാം അസ്റഖ് എന്ന് പറയുന്നത് മുദക്കറിനും സർക്കാവ് എന്ന് പറയുന്നത് മുഅന്നസിനുമാണ് ഉപയോഗിക്കുക അല്ലെ. എന്തൊക്കെ? അസ്റഖ് എന്ന് പറയുന്നത് മുഅന്നസ്, അസ്റഖ് എന്ന് പറയുന്നത് മുദക്കറിനും സർക്കാ എന്ന് പറയുന്നത് മുഅന്നസിനുമാണ് ഉപയോഗിക്കുക. നമ്മുടെ ഖാരിതത്ത് എന്ന് പറയുന്നത് താ കൊണ്ട് അവസാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ താ കൊണ്ട് അവസാനിക്കുമ്പോൾ അത് മുഅന്നസ് ആയിട്ടാണോ മുദക്കറായിട്ടാണോ പരിഗണിക്കപ്പെടുക? മുഅന്നസ് ആയിട്ടാണല്ലോ പരിഗണിക്കപ്പെടുക. അപ്പൊ മുഅന്നസായ ഖാരിതത്തിന് അതിന്റെ സിഫത്താവാൻ പറ്റിയതും സർക്കാ അല്ലെ. മുഅന്നസിന് ഉപയോഗിക്കുന്ന സർക്കാ ആണ്, അസ്റഖ് അല്ല, അസ്സർക്കാഉ അല്ല, അൽ അസ്റഖു അല്ല. ശരിയായ ഉത്തരം സർക്കാ അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ അൽ മിഅ്തഫു. അതുപോലെ തന്നെ സിഫത്ത് മൗസൂഫ് അല്ലെ. അതുപോലെ നമ്മൾ പറഞ്ഞു സിഫത്ത് അറബിക് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ അറബിക് പോർഷനിൽ കൂടുതലും ചോദിക്കുക. അപ്പൊ അൽ മിഅ്തഫു എന്ന് പറയുന്ന ഇപ്പൊ സിഫത്ത് മൗസൂഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലുള്ളത്. അൽ മിഅ്തഫു അല്ലെ. അൽ മിഅ്തഫു എന്ന് പറയുമ്പോൾ അൽ മിഅ്തഫിനെ നമ്മൾ നോക്കുക. അൽ മിഅ്തഫ് എന്ന് പറയുന്നത് മൗസൂഫാണ്. അൽ മിഅ്തഫ് എന്ന് പറയുന്നത് മൗസൂഫാണ് അല്ലെ. അപ്പൊ അൽ മിഅ്തഫു അൽമിഅ്തഫിന് യോജിതമായിട്ട് അലിഫ്ലാം ഉള്ളത് ഏതാണ്? അലിഫ്ലാം ഇല്ലാത്തതൊക്കെ ഒഴിവാക്കാം. ഈ ബുനയ്യ എന്നുള്ളത് ഒഴിവാക്കാം, ബുനയ്യത്തുൻ എന്നുള്ളതും ഒഴിവാക്കാം. ഇനി അലിഫ്ലാം ഉള്ള 2 എണ്ണ ഉള്ളത് അൽ ബുനയ്യോ അൽ ബുനയ്യത്തു. ഇനി നമ്മൾ നോക്കാം അൽ മിഅ്തഫ് എന്ന് പറയുന്നത് മുദക്കറാണോ മുഅന്നസ് ആണോ എന്ന് നോക്കാം. മുദക്കറാണെങ്കിൽ
അൽ മിഅ്തഫ് എന്ന് പറയുന്നത് മുദക്കറാണ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ടെണ്ണം താവ് കൊണ്ട് അവസാനിക്കുന്നുണ്ട്, താവ് കൊണ്ട് അവസാനിക്കാത്തതുകൊണ്ട്. അപ്പോൾ താവ് കൊണ്ട് അവസാനിക്കുന്നത് മുഅന്നസും അല്ലേ, താവ് കൊണ്ട് അവസാനിക്കുന്നത് മുഅന്നസും, താവ് കൊണ്ട് അല്ലാതെ അവസാനിക്കുന്നത് മുദക്കറുമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഏതാണ് ഉത്തരം? ശരിയായ ഉത്തരം അൽ മുദക്കർ, മുദക്കറുള്ള അൽ ബുനയ്യു എന്നുള്ളതാണ് അല്ലേ. ഫൽ മിഅ്തഫുൽ ബുനയ്യു മൗജൂദുൻ ഫി മഹല്ലിൽ അഖ്മിശ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കണേ. അന എന്ന് പറയുന്നത് അല്ലേ, അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അല്ലേ. നമുക്കറിയാം അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, നഹ്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹുമാഹും ഹിയഹുമാഹുന്ന എന്നുള്ള ലമീറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ലമീറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കിയേ, അന എന്ന് പറയുമ്പോൾ ഏതാണ് ഉപയോഗിക്കുക, ഏത് ഫിഅലാണ് ഈ കാണുന്ന ഓപ്ഷനിൽ നിന്നും ഉപയോഗിക്കാൻ നോക്കിയേ. അന എന്ന് പറയുമ്പോൾ ഏതാണ് ഉപയോഗിക്കുക? അന എന്ന് പറയുമ്പോൾ യദ്റുസു എന്നാണോ, അതല്ല അദുറുസു എന്നാണോ, ഇനിയല്ല അതല്ല തദ്റുസു എന്നാണോ, ഇനിയല്ല നദ്റുസു എന്നാണോ? ഞാൻ അന ഡേഷ് ഫിൽ കുല്ലിയ, ഞാൻ കോളേജിൽ പഠിക്കുന്നു എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പൊ യദ്റുസു ആണോ, അദുറുസു ആണോ, തദ്റുസു ആണോ, നദ്റുസു ആണോ അല്ലേ. നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞു നമ്മൾ ലമീറുകളൊക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പൊ യദ്റുസു എന്നുള്ളതിന്റെ ലമീർ ഏതാണ്? ഹുവ എന്നല്ലേ. അദുറുസു എന്നുള്ളതിന്റെ ലമീറോ അന എന്നുള്ളത്, തദ്റുസുവോ ഹിയ അല്ലെ. ഇനി നദ്റുസു എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ലമീർ ഏതാണ്? നഹ്നു. അപ്പൊ ഇതിലേതിനാണ് അന എന്നുള്ള ലമീർ ഉപയോഗിക്കുക? പറഞ്ഞേ, ഏതിനാണ്? അദ്റുസു എന്നുള്ളത് അല്ലേ. അപ്പൊ എന്ത് കൊടുക്കുക? അന അദ്റുസു, ഞാൻ പഠിക്കുന്നു. എവിടെ? ഫിൽ കുല്ലിയ, കോളേജിൽ ഞാൻ പഠിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പൊ അന അദ്റുസു എന്നാണ് ഉണ്ടാവുക. യദ്റുസു എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്നു, തദ്റുസു എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ പഠിക്കുന്നു, നദ്റുസു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് പഠിക്കുന്നു. അതല്ല വേണ്ടത്. അന എന്നാകുമ്പോൾ അന അദ്റുസു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കണം. നമ്മൾക്കറിയാം, നമ്മൾ ഫായിലുകളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫായിലുകൾ അല്ലേ, ഒരു ഫിഅലിനെ ചെയ്യുന്ന ആളാണ് ഫായിൽ അല്ലേ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഫായിൽ. ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന ആളെയും എന്ത് പറയാം? ഫായിൽ. അത് പ്രവർത്തിച്ച ആളെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ആ ഫായിലിനെ കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. നോക്കിയേ, അപ്പൊ ഫായിലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഫായിലിന് എന്താണോ, ഫായിൽ മുദക്കറാണെങ്കിൽ ഫിഅലും മുദക്കറായിരിക്കും അല്ലേ. ഇനി ഫായിൽ മുഅന്നസ് ആണെങ്കിലോ ഫിഅലും മുഅന്നസ് ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ നമുക്കിവിടെ കാണാം ഡേഷ് അത്വാലിബു ഫക്കീറൻ അല്ലേ. അപ്പൊ ആ ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ഫക്കീർ എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടയാൾ അല്ലേ. അപ്പം വിദ്യാർത്ഥി പാവപ്പെട്ടയാളെ സഹായിച്ചു എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ നസറ എന്നുണ്ട്, നസറത്ത് എന്നുണ്ട്, നസർന എന്നുണ്ട്, നസറ എന്നുണ്ട് അല്ലേ. നോക്കിയേ, ഏതാണ് വരിക? അപ്പൊ നസറ എന്നാണെങ്കിൽ ഒരാൾക്ക് പറയുന്നത് അവനൊരു പുരുഷൻ, അവനൊരു വിദ്യാർത്ഥി എന്നൊക്കെ പറയാം അല്ലെ. ഇനി നസറത്ത് എന്നാണെങ്കിലോ അവളൊരു സ്ത്രീക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു ത എന്നത് സ്ത്രീക്ക് വേണ്ടി അല്ലെ. നസർന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇനി അടുത്ത നസറ, അവർ രണ്ടുപേരാണ് അല്ലെ. ഇതിൽ ഏതാണ് ഇവിടെ ഉത്തരം? ഇവിടെ ആണെങ്കിൽ അവൻ എന്നുള്ള അർത്ഥം അല്ലെ, അവൻ. ഇതാണെങ്കിലോ അവൾ എന്നുള്ള അർത്ഥത്തിലാണ് നസറത്ത് എന്ന് വരിക അല്ലെ, അവൾ. നസർന എന്ന് വെച്ചാൽ നമ്മൾ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. നസറ എന്ന് വെച്ചാലോ അവർ രണ്ടു പേർ എന്നുള്ള അർത്ഥത്തിലാണ് വരിക അല്ലെ. അപ്പൊ നസറ എന്നല്ലേ ഇവിടെ ഉത്തരം വരിക? നസറ, നസറ ത്വാലിബു, വിദ്യാർത്ഥി സഹായിച്ചു. അവനൊരു പുരുഷനല്ലേ ഉള്ളൂ ഇവിടെ. ത്വാലിബ് വെച്ചാൽ അവനൊരു പുരുഷൻ മാത്രമല്ലേ. അപ്പൊ നസറ ത്വാലിബു, വിദ്യാർത്ഥി സഹായിച്ചു, ഫക്കീറൻ, പാവപ്പെട്ടവനെ. അങ്ങനെയല്ലേ ഉത്തരം വരിക. അല്ലെങ്കിൽ ഇവിടെ നസറത്ത് എന്നാണ്, ഈ നസറത്താണ് ഇവിടെ ഉത്തരെങ്കിലോ. നസറത്ത് വെച്ചാൽ അവൾ സഹായിച്ചു, അത്വാലിബു വിദ്യാർത്ഥി. അപ്പൊ അവള് വിദ്യാർത്ഥി എന്നാകും അല്ലേ, തെറ്റല്ലേ. ഇനി നമ്മൾ സഹായിച്ചു, വിദ്യാർത്ഥി സഹായിച്ചു, എന്താണ് ആകെ തെറ്റാവൂലേ. ഇനി അവർ രണ്ടുപേരെന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി സഹായിച്ചു, ഗ്രാമർ തെറ്റാവൂലേ. അപ്പൊ ശരിയായ ഉത്തരം നസറ, നസറ ത്വാലിബു അല്ലെ. നസറ ത്വാലിബു, നസറ ത്വാലിബു ഫക്കീറൻ അല്ലെ. ഫക്കീറായ ആളെ ഒരു വിദ്യാർത്ഥി സഹായിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു മുദക്കറിന്റെ വിഷയം പറഞ്ഞു. അപ്പം ത്വാലിബ് എന്നാകുമ്പോൾ മുദക്കറായിരിക്കും. അപ്പൊ നസറയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ അടുത്ത ചോദ്യം നോക്കൂ. ഫാത്തിമ എന്നല്ലേ. ഫാത്തിമ എന്ന് പറയുമ്പോൾ ഒരു മുഅന്നസാണ്, ഒരു സ്ത്രീയാണ് അല്ലെ. അപ്പൊ ഫാത്തിമ എന്ന് വരുമ്പോ ഫിയലും നമ്മൾ എങ്ങനെയാക്കണം? ഒരു മുഅന്നസാക്കി മാറ്റണം അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ ഫാസ എന്നുണ്ട്, ഫാസ എന്നുണ്ട്, ഫാസത്ത് എന്നുണ്ട്, ഫാസു എന്നുണ്ട് അല്ലെ. ഫാസ എന്ന് പറഞ്ഞാലും അവൻ അല്ലെ, അവൻ എന്നാണ് വരിക. ഫാസ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരാണ് വരിക അല്ലെ. ഫാസത്ത് എന്ന് പറഞ്ഞാൽ അവൾ,
ഫാസു എന്ന് വെച്ചാൽ അവർ ഒരുപാട് പേര് അല്ലെ, അവർ ഒരുപാട് പേര് വരും അല്ലെ, അവർ ഒരുപാട് പേര്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫാത്തിമ എന്നുള്ള ഒറ്റ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? ഫാസ എന്നാണോ, ഫാസ എന്നാണോ, ഫാസത്ത് എന്നാണോ, ഫാസു എന്നാണോ? ഫാസ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവനൊരു പുരുഷനാണ്. ഫാസ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരാണ്. ഫാസത്ത് എന്ന് വെച്ചാൽ അവളൊരു സ്ത്രീ. ഫാസു എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് സ്ത്രീകളാണ് അല്ലെ. നമുക്ക് ഒന്നാമത്തെ ഫാസ എന്നുള്ളതും വേണ്ട, കാരണം അവനൊരു പുരുഷനല്ല. ഇവിടെ ഫാത്തിമാനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഫാസ എന്ന് പറയുന്നതും വേണ്ട, കാരണം ഇവിടെ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഫാസ എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇനി അടുത്ത ഫാസത്ത്, അതാണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. അതിനുശേഷം ഫാസു എന്നുള്ളത് തെറ്റാണ്. ഫാസു എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്, ഒറ്റൊരു ഫാത്തിമാനെ കുറിച്ച്. അപ്പൊ ഫാസത്ത് അവൾ അല്ലെ. അപ്പൊ ഫാസത്ത്, ഫാത്തിമ, ഫാത്തിമത്തുൻ ഫാത്തിമ, ഫാസത്ത് വിജയിച്ചു, ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ ഫാത്തിമ വിജയിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇഖ്തറിൽ ഖാരിജ അല്ലെ. ഇഖ്തറിൽ ഖാരിജ നമ്മുടെ മലയാളത്തിലൊക്കെ നമ്മൾ കാണലുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് നമ്മൾ നോക്കലുണ്ട് അല്ലെ. ഇഖ്തറിൽ ഖാരിജ മിനൽ മജ്മുഅ, താഴെ 4 വാക്കുകൾ കാണാം അല്ലെ. 4 വാക്കുകൾ കാണാം, നാല് അഭിസംബോധനകൾ കാണാം അല്ലെ. അതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? അതാണ് ഇഖ്തറിൽ ഖാരിജത മിനൽ മജ്മുഅ അല്ലെ. ഈ കൂട്ടത്തിൽ നിന്നും പുറത്തുള്ളത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തേത് അജ്മലുത് തഹാനി അല്ലെ. അജ്മലുത് തഹാനി എന്ന് പറയുമ്പോൾ, അജ്മലുത് തഹാനി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അഭിസംബോധന എന്നുള്ള അർത്ഥം അല്ലെ. രണ്ടാമത്തതോ ഷഫാഖല്ലാ, രണ്ടാമത്തത് ഷഫാഖല്ലാ, നിനക്ക് നിന്റെ രോഗം ശിഫയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലെ. മൂന്നാമത്തതോ അൽഫ് മബ്രൂക്ക് അല്ലെ, 1000 ആശംസകൾ എന്ന് പറയാ. അടുത്തതോ ഈദുൻ മുബാറക്കുൻ അല്ലെ, ഈദുൻ മുബാറക്കുൻ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ അജ്മലുത് തഹാനി എന്ന് പറയുന്നത് ഒരാളുടെ സന്തോഷത്തിൽ പങ്കുചേരലാണ് അല്ലെ. മൂന്നാമത്തതോ അൽഫ് മബ്രൂക്ക് എന്ന് പറയുന്നതും ഒരാളോടും കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നത് പോലെയാണ്. ഈദുൻ മുബാറക്കുൻ സന്തോഷത്തിൽ കൂടുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ഷഫാഖല്ലാ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരാളുടെ രോഗം ശിഫയാകാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഷഫാഖല്ലാ എന്ന് പറയുന്നതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ ഒരു ഗ്രാമർ എന്താണ്? ഏത് ഗ്രാമറാണ്? നമ്മൾ പറഞ്ഞു സിഫത്ത് മൗസൂഫിൻ്റെത്. ഫിൽ കറിയത്തി ഗ്രാമത്തിലുണ്ട് നസീമുൻ അല്ലെ. ഗ്രാമത്തിലുണ്ട് നസീമുൻ ഇളം കാറ്റ് അല്ലെ. അപ്പൊ ഇളം കാറ്റ് എന്ന് പറയുന്ന നസീം എന്ന് പറയുന്നത് എന്താണ്? മൗസൂഫാണ്. നമ്മൾ പറഞ്ഞു മൗസൂഫാണ്. അപ്പൊ അതിന് പറ്റിയ സിഫത്ത് അല്ലെ, അതിന് യോജിച്ച സിഫത്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ആ സിഫത്ത് ഏതാണ്? ഇപ്പൊ ബാരിദിൻ എന്ന് പറയാം, ബാരിദത്തുൻ എന്നുണ്ട്, ബാരിദുൻ എന്നുണ്ട്, ബാരിദത്തുൻ അല്ലെ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, സിഫത്തിന് എന്താണോ ഉള്ളത് അത് തന്നെ മൗസൂഫിന് എന്താണോ ഉള്ളത് അത് തന്നെ സിഫത്തിനും വേണം അല്ലെ. അലിഫ്ലാം ഉണ്ടെങ്കിൽ അലിഫ്ലാം വരണം, മുദക്കറാണെങ്കിൽ മുദക്കർ ആകണം, ഫത്തഹാണെങ്കിൽ ഫത്തഹായിരിക്കും, കെസറാണെങ്കിൽ കെസറായിരിക്കും, ലമ്മാണെങ്കിൽ ലമ്മായിരിക്കും അല്ലെ. അപ്പൊ നസീമുൻ എന്ന് പറയുന്നതിന് അലിഫ്ലാം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിൽ 4 ഓപ്ഷനിലും അലിഫ്ലാം ഇല്ല. ഇനി അതുപോലെ തന്നെ ബാരിദത്തുൻ എന്ന് പറയുന്നതും ഇവിടെ ബാരിദത്തൻ എന്ന് പറയുന്നതും രണ്ടും എന്താണ്? താ ഉള്ളതാണ് അല്ലെ. എന്നാൽ നസീം എന്ന് പറയുന്നത് താ ഉള്ളതാണോ? അല്ല, താ ഇല്ലാത്തതാണ്. അപ്പൊ നസീം എന്ന് പറയുന്നത് മുദക്കറും ബാരിദത്തൻ എന്ന് പറയുന്നത് മുഅന്നസുമാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണല്ലോ. കാരണം നസീമുൻ എന്ന് പറയുന്നത് മുദക്കറാണ് അല്ലെ. ബാരിദത്തൻ രണ്ടും താഴുള്ളതായത് കൊണ്ട് മുഅന്നസ് ആയതുകൊണ്ട് രണ്ടും കൂട്ടത്തിൽ പെടൂല. അപ്പം അത് രണ്ടും തെറ്റായി. ഇനി നസീമുൻ നമ്മൾ പറഞ്ഞു നസീമിന് എന്താണ് ഹർക്കത്തുള്ളത്? എന്ത് ഹർക്കത്താണുള്ളത്? നസീമുൻ എന്നാണ് ഹർക്കത്തുള്ളത് അല്ലെ. അഥവാ തെൻവീൻ ലമ്മാണ് അല്ലെ. 2 തെൻവീൻ ലമ്മാണ്. ഒന്നാമത്തെ ബാരിദിൻ എന്ന് പറയുന്നതിന് എന്താണുള്ളത്? ബാരിദിൻ എന്നാണ്, തെൻവീൻ കെസറാണുള്ളത്. അപ്പം അതും തെറ്റായല്ലോ. അടുത്ത നോക്കാം, ബാരിദുൻ അല്ലെ. അതിനൊന്നാണ് തെൻവീൻ ലമ്മ്. ബാരിദുൻ എന്നുള്ളതിന് തെൻവീൻ ലമ്മാണ്. അപ്പം ബാരിദുൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പം ഫിൽ കറിയത്തി ഗ്രാമത്തിലുണ്ട് നസീമുൻ ബാരിദുൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അലിഫ്ലാമുമില്ല, നസീമുൻ ബാരിദിനെ നോക്കുമ്പോൾ നസീമിനും ബാരിദിനും അലിഫ്ലാമുമില്ല, രണ്ടും മുദക്കറാണ്, രണ്ടിന്റെയും അവസാനത്തെ ഹർക്കത്ത് തെൻവീൻ ലമ്മാണ്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു അലിഫ്ലാം ഉണ്ടോ നോക്കണം, അലിഫ്ലാം ഇല്ല. ഓക്കെ, ഒറ്റ ഓപ്ഷനും അലിഫ്ലാം ഇല്ല. ഇനി അടുത്തത് മുഅന്നസ് ആണോ മുദക്കറാണോ എന്ന് നോക്കണം. അപ്പൊ മുഅന്നസ് ആണോ മുദക്കറാണോ എന്ന് നോക്കുമ്പോൾ നസീമുൻ എന്ന് പറയുന്നത്
മുദക്കറാണ് അല്ലേ. അപ്പോൾ ഈ ബാരിദത്തൻ എന്ന് പറയുന്നതും ഒഴിവായി അല്ലേ. കാരണം അത് രണ്ടും താ ഉള്ള മുഅന്നസ് ആണ്. നസീമുൻ എന്ന് പറയുന്നത് മുദക്കറാണ്, മറ്റേത് രണ്ടും മുഅന്നസ് ആണ്. അപ്പൊ ആ മുഅന്നസ് രണ്ടും അല്ല. ഇനി അടുത്ത നോക്കണം, അടുത്ത ബാരിദുൻ രണ്ടും മുദക്കറാണ്. പക്ഷെങ്കിൽ ഒന്നാമത്തെ ബാരിദിൻ എന്നാണ് വരിക, അതിന് അവസാനത്തിൽ കെസ്ർ തൻവീനാണ് വരുന്നത്, അത് തെറ്റാണ്. ഇനി അവസാനത്തെ ബാരിദുൻ എന്നുള്ളത് അതിന് തൻവീൻ ലമ്മാണ് വരുന്നത്. അപ്പൊ അതാണ് നസീമുൻ ബാരിദുൻ ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തൊരു ചോദ്യം കാണാം. റഅയ്തു ഞാൻ കണ്ടു അല്ലെ. നോക്കിയേ, റഅയ്തു ഇതും സിഫത്ത് മൗസൂഫുമായി ബന്ധപ്പെട്ട അതേ ചോദ്യമാണ്. റഅയ്തു ഞാൻ കണ്ടു, ഫിൽ മദ്രസത്തി മദ്രസയിൽ ഞാൻ കണ്ടു, ബിൻതൻ അല്ലെ, ബിൻതൻ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു അല്ലെ. അപ്പൊ ഏത് പെൺകുട്ടി എന്നാണ് നമ്മൾ പറയേണ്ടത്? നോക്കിയേ, ബിൻതൻ എന്ന് പറയുന്നത് ബിൻതൻ എന്നാകുമ്പോൾ നോക്കണേ, ബിൻതൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി. അപ്പൊ അതിന്റെ അതേ സിഫത്ത് അല്ലെ. ബിൻതൻ എന്ന് പറയുന്നത് മൗസൂഫാണ്, അതിന്റെ സിഫത്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന്റെ സിഫത്ത് എന്ന് പറയുമ്പോൾ ബിൻതൻ എന്ന് പറയുന്നതിന് ആദ്യം അലിഫ്ലാം ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ നോക്കണം, ബിൻതൻ അലിഫ്ലാം ഇല്ല. അപ്പൊ അലിഫ്ലാമുള്ള ഈ ഓപ്ഷൻ ഒഴിവായല്ലോ. ഇനി അടുത്ത നോക്കേണ്ടത് മുഅന്നസ് ആണോ മുദക്കറാണോ. നമുക്കറിയാം ബിൻത്ത് എന്ന് പറഞ്ഞാൽ മുഅന്നസ് ആണോ മുദക്കറാണോ? മുദക്കർ അല്ലല്ലോ. ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അല്ലെ. അപ്പൊ മുഅന്നസ് ആണ്. അപ്പം ഇതും മുജ്തഹിദ്, മുജ്തഹിദത്ത്, മുജ്തഹിദാത്ത് അല്ലെ. അപ്പം ഇല്ലാത്ത മുജ്തഹിദും ഒഴിവായി. ഓക്കെ അല്ലേ? അലിഫ്ലാമുള്ള മുജ്തഹിദും ഒഴിവായി. ഇനി നമുക്ക് നോക്കേണ്ടത് ബിൻതൻ എന്ന് പറയുമ്പോൾ റഅയ്തു ഫിൽ മദ്രസത്തി ബിൻതൻ എന്ന് പറയുമ്പോൾ അതിനുള്ളത് ബിൻതൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എന്നാണ് അർത്ഥം വരിക അല്ലെ. ബിൻതൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി. ഇനി മുജ്തഹിദത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് പറയുന്നത്, മുജ്തഹിദാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ജം ആണ് അല്ലെ, ഒരുപാട് പെൺകുട്ടികൾക്ക് പറയുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് മുജ്തഹിദാത്ത് എന്നുള്ളതും തെറ്റായിരിക്കും. ഒറ്റ പെൺകുട്ടീനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. റഅയ്തു ഞാൻ കണ്ടു, ഫിൽ മദ്രസത്തി സ്കൂളിൽ ഞാൻ കണ്ടു, ബിൻതൻ പെൺകുട്ടി, ഒരു പെൺകുട്ടിയെ അല്ലെ. മുജ്തഹിദത്തുൻ പരിശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, ഒറ്റ പെൺകുട്ടീനെ കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ മനസ്സിലായല്ലോ. ഒന്നുകൂടി നോക്കുക, അലിഫ്ലാം ഉണ്ടോ ഇല്ലയോ നോക്കുക. അപ്പൊ അലിഫ്ലാം ഉള്ളതായത് കൊണ്ട് ഇത് ഒഴിവായി അല്ലെ. അലിഫ്ലാം ഇല്ല, ബിൻത്തിന് അലിഫ്ലാം ഇല്ല, മൗസൂഫിന് അലിഫ്ലാം ഇല്ല. അപ്പം അലിഫ്ലാമുള്ള ഈ ഓപ്ഷൻ ഒഴിവായി. ഇനി മുഅന്നസ് ആണോ മുദക്കറാണോ നോക്കുമ്പോൾ ഈ ഓപ്ഷനും ഒഴിവായി. ഇനി ബിൻത്ത് എന്ന് പറയുന്നത് ഒരാളാണോ ഒരുപാട് പേരാണോ നോക്കുമ്പോൾ ഈ ഓപ്ഷനും ഒഴിവായി. ഇതാണ് ശരിയായ ഉത്തരം. റഅയ്തു ഫിൽ മദ്രസ ബിൻതൻ മുജ്തഹിദത്തൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇലാഹുൽ കൗനി അല്ലെ, നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ഒരു പാഠത്തിലുള്ള കവിതയാണ് ഇലാഹുൽ കൗനി അല്ലെ. പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമുണ്ടല്ലോ, ആ പാഠത്തിലുള്ള ഒരു കവിത നമുക്ക് കാണാം. ഇലാഹുൽ കൗനി യഹ്റുസുന ഇലാഹുൽ കൗനി യർആന അല്ലെ. ഹാദ ശിഅറുൽ ശാഇരിൽ മശൂർ. ഈ കവിതയുടെ കവി അല്ലെ, ഇത് ആരുടെ കവിതയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കിവിടെ അല്ലാമ ഇക്ബാലിനെ കാണാം, ഇമ്രുൽ കൈസിനെ കാണാം, നവാൽ മുഹന്നി, യൂസുഫുൽ അലം അല്ലെ. ഇതിൽ ആരാണ് ശരിയായ ഉത്തരം? നവാൽ മുഹന്നി അല്ലെ. നമ്മൾ പഠിച്ചതല്ലേ, നവാൽ മുഹന്നിയാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? ഇലാഹുൽ കൗനി യഹ്റുസുന ഇലാഹുൽ കൗനി യർആന. ഓക്കെ. ഇനി നോക്കിയേ, അടുത്ത ഖറജത്ത് ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു അല്ലെ. ഖറജത്ത് ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു. എവിടത്തേക്ക് പുറപ്പെട്ടു? ഇനി അല എന്നാണോ, ഫി എന്നാണോ, ഇല എന്നാണോ, അൻ എന്നാണോ? ആദ്യം നമുക്ക് ഈ 4 അർത്ഥം പഠിക്കാം. ഈ 4 വാക്ക് അല എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണം. അല എന്ന് പറഞ്ഞാൽ അല്ലെ, അല എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ഫി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത്, അവിടെ വീട്ടിൽ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഇല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിലേക്ക്, അൻ എന്ന് വെച്ചാൽ അതിനെ തൊട്ട് എന്നാണ് അർത്ഥം വരിക അല്ലെ. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? ഖറജത്ത് ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു, ഇലൽ മദ്രസ അല്ലെ. ഇലൽ മദ്രസ ഒരു സ്ഥലത്തിലേക്ക് എന്നാണ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ നോക്കാം, ഇവൻ ഈ 4 നോക്കിക്കോ. കാനൽ കിതാബു പുസ്തകമായിരുന്നു, അലത്വാവിലത്തി അല്ലെ, ടേബിളിന്റെ മേലെയായിരുന്നു. കാനൽ കിതാബു അലത്വാവിലത്തി. ഓക്കെ അല്ലേ? കാനൽ കിതാബായിരുന്നു, അലത്വാവില ത്വാവിലത്തിന്റെ മേലെയായിരുന്നു. അപ്പൊ അല എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അലയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. കാനൽ കിതാബു അലത്വാവില. ഓക്കെ, കാനൽ കിതാബു അലത്വാവില എന്നാണ്. ഓക്കെ. ഇനി അടുത്ത ഫി എന്ന് പറഞ്ഞത്
കുൻതു ഞാൻ ആയിരുന്നു, ഫിൽ മദ്രസ കുൻതു ഫിൽ മദ്രസ ഞാൻ മദ്രസയിൽ ആയിരുന്നു അല്ലെ. കുൻതു ഞാൻ ആയിരുന്നു, ഫിൽ മദ്രസ മദ്രസയിൽ ആയിരുന്നു അല്ലെ, ഞാൻ മദ്രസയിലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഖറജ ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു, ഇലൽ മദ്രസ മദ്രസയിലേക്ക് പുറപ്പെട്ടു അല്ലെ. ഓക്കെ ഓക്കെ. ഇനി അടുത്തതോ ഖറജ്തു ഞാൻ പുറപ്പെട്ടു അല്ലെ, അനിൽ മദ്രസ മദ്രസയെ തൊട്ട് ഞാൻ പുറപ്പെട്ടു, മദ്രസയിൽ നിന്ന് ഞാനിങ്ങ് പോന്നു, സ്കൂളിൽ നിന്ന് ഞാനിങ്ങ് പോന്നു എന്ന് എങ്ങനെ പറയാ? ഖറജ്തു ഞാൻ പുറപ്പെട്ടു, അനിൽ മദ്രസ മദ്രസയിൽ നിന്നും അതിനെ തൊട്ട് ഞാനിങ്ങ് പുറപ്പെട്ടു പോന്നു അല്ലെ. അപ്പൊ നമ്മുടെ സ്ക്രീനിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലായല്ലോ? ഇലയാണ് ഉത്തരം. അപ്പൊ ഓരോ ഇല, അല, ഫി, അൻ ഈ 4 ഹർഫുകൾ അല്ലെ, ഇതിന് പറയുക ഹർഫുകൾ എന്നല്ലേ. അപ്പൊ ഈ 4 ഹർഫിന്റെയും എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ? നോക്കിയേ. കാനൽ കിതാബു കിതാബായിരുന്നു, അല ത്വാവില ടേബിളിന്റെ മുകളിലായിരുന്നു. അങ്ങനെ പറയുമ്പോൾ കിതാബ് ടേബിളിന്റെ മുകളിലായിരുന്നു എന്ന് പറയുമ്പോൾ മുകളിൽ അതിന്റെ മേൽ എന്ന് പറയാനാണ് അല എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഫി എന്ന് പറയുന്നത് കുൻതു ഞാനായിരുന്നു, ഫിൽ മദ്രസ മദ്രസയിൽ അല്ലെ, അവിടെ മദ്രസയിൽ. ഇനി കുൻതു ഫിൽ ബൈത്തി വീട്ടിൽ, കുൻതു ഫി ദുക്കാനി കടയിൽ അല്ലെ, കുൻതു ഫി സൂക്കി ഞാൻ അങ്ങാടിയിലായിരുന്നു എന്ന് പറയാൻ, വീട്ടിൽ എന്ന് പറയാൻ അല്ലെ, മദ്രസയിൽ അവിടെ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫി എന്നുള്ള ഹർഫ് ഉപയോഗിക്കുക അല്ലെ. ഇനി അടുത്ത ഇല എന്ന് പറയുന്നത്, ഇല എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കുക? നമ്മൾ പറഞ്ഞതുപോലെ ഖറജ ത്വാലിബു വിദ്യാർത്ഥി പുറപ്പെട്ടു, ഇലൽ മദ്രസ മദ്രസയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ മദ്രസയിലേക്ക് പുറപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇല, അവിടത്തേക്ക് എന്നുള്ള അറിയിക്കാനാണ് അല്ലെ ഇല എന്നുള്ളത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അൻ എന്നുള്ളത് ഖറജ്തു അനിൽ മദ്രസ സ്കൂളിൽ നിന്നും ഞാനിങ്ങ് പുറപ്പെട്ടു പോന്നു എന്ന് അറിയിക്കാൻ വേണ്ടി അല്ലെ, അതിനെ തൊട്ട് വിട്ടു പോന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൻ എന്നുള്ളത് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു ഗ്രാമർ നോക്കിയ ഖദീജ അല്ലെ. ഖദീജ എന്ന് പറയുമ്പോൾ ഏത് ഫീലാണ്? നേരത്തെ നമ്മൾ ഫാത്തിമ എന്ന് പറയുമ്പോൾ ഉപയോഗിച്ചതുപോലെ തന്നെ ഖദീജ ലൈബ്രറിയിൽ നിന്നും പത്രം വായിക്കുന്നു എന്നാണുള്ളത്. ഖദീജ യഖ്റഉ എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു യഖ്റഉ എന്നാകുമ്പോൾ അവൻ എന്നാണ് അർത്ഥം വരിക. ഖറഇന എന്നാകുമ്പോഴോ നമ്മൾ എന്നാണ് അർത്ഥം വരിക. തഖ്റഉ എന്നാകുമ്പോൾ അവൾ. ഓക്കെ അല്ലേ? തഖ്റഉ എന്ന് പറയുമ്പോൾ അവൾ, നഖ്റഉ എന്ന് പറയുമ്പോഴും നമ്മൾ അല്ലെ. നഖ്റഉ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു. ഖറഇന എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു. നഖ്റഉ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഖദീജ യഖ്റഉ എന്നാണോ? യഖ്റഉ എന്ന് വെച്ചാൽ അവൻ വായിക്കുന്നു എന്നാണ്. അപ്പൊ ഖദീജ എന്ന് പറയുമ്പോൾ അതല്ല. ഇനി അടുത്ത് ഖറഇന നമ്മൾ വായിച്ചു എന്നാണോ? അല്ല, ഖദീജ വായിച്ചു എന്നാണ്. അടുത്തത് തഖ്റഉ അല്ലെ. ഖദീജ തഖ്റഉ അവൾ വായിക്കുന്നു അല്ലെ. തഖ്റഉ അവൾ വായിക്കുന്നു. ജരീദത്തൻ പത്രം വായിക്കുന്നു. ഫിൽ മക്തബ ലൈബ്രറിയിൽ നിന്നും പത്രം വായിക്കുന്നു. അല്ലെങ്കിൽ നഖ്റഉ എന്നാണോ? നമ്മൾ വായിക്കുന്നു എന്നാണോ? അല്ല. അപ്പൊ ഇത് 4 തെറ്റാണ് അല്ലെ, 3 തെറ്റാണ്. അപ്പൊ ശരിയായ ഉത്തരം തഖ്റഉ അല്ലെ. ഖദീജ തഖ്റഉ ഖദീജ വായിക്കുന്നു, ജരീദത്തൻ പത്രത്തെ, ഫിൽ മക്തബ ലൈബ്രറിയിൽ നിന്നും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് അക്കലത്തിൽ ബിന്തു നോക്കിയേ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഫിഅല് ഫാഇല് മഫ്ഊല് അല്ലേ. നമുക്ക് മഫ്ഊലാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞു ഫിഅലിന്റെ, അതും കൂടി ശ്രദ്ധിക്കുക, ഫിഅലിന്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് ലമ്മായിരിക്കും അല്ലേ. ഇനി മഫ്ഊലിന്റെ നോക്കുക, ഫാഇലിന്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് ലമ്മായിരിക്കും അല്ലേ. ഫാഇലിന്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് ലമ്മായിരിക്കും അല്ലേ. അപ്പൊ മഫ്ഊലിന്റെ ഹർക്കത്തോ ഫത്ഹ ആയിരിക്കും. ഓക്കെ അല്ലേ? ഫാഇലിന്റെ ഹർക്കത്ത് ലമ്മും മഫ്ഊലിന്റെ ഹർക്കത്ത് ഫതഹുമായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ അക്കലത്തിൽ ബിന്തു എന്ന് കാണാം. അപ്പൊ അക്കലത്ത് ഭക്ഷണം കഴിച്ചു, അൽ ബിന്തു അല്ലെ. ഇവിടെ ഫായിലാണ് നമ്മുടെ ബിന്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ബിന്തു എന്നുള്ളതിന്റെ ഹർക്കത്ത് ഏതാണ് വരിക? നോക്കി, ഏതാണ് ഹർക്കത്ത്? ഹർക്കത്ത് എവിടെ നമ്മൾ നോക്കുക? ഏറ്റവും അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് ഏതാണോ അതാണ് ആ വാക്കിന്റെ ഹർക്കത്ത് അല്ലെ. അപ്പൊ അൽ ബിന്തു എന്നുള്ളതിന്റെ അവസാനത്തെ താഇന്റെ ഹർക്കത്ത് ഏതാണ്? ലമ്മാണ് അല്ലെ. അപ്പം ഫായിലായ ബിന്തു എന്നുള്ളതിനുള്ള ഹർക്കത്ത് ലമ്മ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് മഫ്ഊലാണ് അല്ലെ. ഫനസ് എന്ന് പറയുന്നത് ചക്ക അല്ലെ. അപ്പൊ ഫനസുൻ എന്നാണോ വരിക? ഫനസൻ എന്നാണോ വരിക? അൽ ഫനസൻ എന്നാണോ വരിക? അൽ ഫനസു എന്നാണോ വരിക? ഏതാണ് വരിക? പറഞ്ഞേ ഏതാണ് വരിക? ഫനസുൻ എന്നാണെങ്കിൽ
അല്ല അല്ലേ? നമ്മൾ പറഞ്ഞു മഫ്ഊലായ ഒരു വാക്കിന് മഫ്ഊലിന്റെ ഹർക്കത്ത് ഉണ്ടാവുക നസ്ബായിരിക്കും അല്ലെ, നസ്ബായിരിക്കും അല്ലെ. അപ്പൊ അലിഫ്ലാം ഉണ്ടാവുമ്പം ഇവിടെ നസ്ബ് വന്നത് കൂട്ടൂല അല്ലെ, അലിഫ്ലാമും രണ്ട് നസ്ബും ഒരുമിച്ച് വരൂല. അപ്പൊ അത് തെറ്റാണ്. അൽ ഫനസു എന്ന് പറയുന്നത് തെറ്റാണ്, ഫനസുൻ എന്ന് പറയുന്നത് തെറ്റാണ്, ഫനസൻ അതാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അക്കലത്തെ ഭക്ഷണം കഴിച്ചു, അൽ ബിന്തു പെൺകുട്ടി കഴിച്ചു, ഫനസൻ എന്നാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? ഫനസൻ എന്നാണ് ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ? ഫനസൻ അല്ലേ? ഫായിലിന് നമ്മൾ പറഞ്ഞു ഫായിലിന്റെ ഹർക്കത്ത് ലമ്മും മഫ്ഊലിന്റെ ഹർക്കത്ത് നസ്ബുമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. മൻ ഹുവ, അടുത്ത ചോദ്യം നോക്കിയേ. മൻ ഹുവ ആരാണ്? അവ്വലു റഈസി വുസറാഇൽ ഹിന്ദ് അല്ലേ? മൻ ഹുവ അവ്വലു റഈസി വുസറാഇൽ ഹിന്ദ് അല്ലേ? ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അല്ലേ? മൻ ഹുവ അവ്വലു, മൻ ആരാണ്? ഹുവ അവ്വലു റഈസ്, നമ്മൾ പറഞ്ഞു വസീർ ജമ്മു വുസറ എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലേ? റഈസ് വുസറാഇൽ ഹിന്ദ് അല്ലേ? ആരൊക്കെയാണ് വരുന്നത്? ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, മൻമോഹൻ സിംഗ് ഉണ്ട്, മോത്തിലാൽ നെഹ്റു ഉണ്ട് അല്ലേ? ഏതാണ് ശരിയായ ഉത്തരം? ജവഹർലാൽ നെഹ്റു അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. മൻ ഹുവ അവ്വലു റഈസ് അല്ലേ? അവ്വലു റഈസി വുസറാഇൽ ഹിന്ദ്. നമ്മൾ പറഞ്ഞു വസീർ, വുസറ എന്ന് പറഞ്ഞാൽ തന്നെ മന്ത്രിയാണ് അല്ലേ? അപ്പൊ മൻ ഹുവ അവ്വലു റഈസി വുസറാഇൽ ഹിന്ദ് ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലൊക്കെ പഠിച്ചതുണ്ട്. ഖാന, സ്വാറ, ബാത്ത, അസ്ബഹ അല്ലെ? ഖാന, സ്വാറ, ബാത്ത, അസ്ബഹ, ഇത് 4 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ്. ഈ 4 ഏത് വാക്ക് വന്നാലും നമ്മൾ പറഞ്ഞതാണ്, 4 ഏത് വാക്ക് വന്നാലും അതിനുശേഷമുള്ള ഫസ്റ്റ് വാക്കിന് അല്ലെ, അതിനുശേഷമുള്ള ഫസ്റ്റ് വാക്കിന് ലമ്മും രണ്ടാമത്തെ വാക്കിന് ഫതഹുമായിരിക്കും അവസാനത്തിൽ ഉണ്ടാവുക അല്ലെ? ഫസ്റ്റ് വാക്കിന് അവസാനത്തിൽ ലമ്മും രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തിൽ ഫതഹുമായിരിക്കും ഉണ്ടാവുക അല്ലെ? നോക്കിയേ, നമുക്ക് നോക്കാം. സ്വാറ, ഇപ്പൊ സ്വാറ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ സ്വാറ ഡേഷ് മുനീറൻ അല്ലേ? ഇവിടെ ചന്ദ്രൻ തിളങ്ങിയതായി തീർന്നു എന്നാണ് അർത്ഥം വരിക. സ്വാറേന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ആയി തീർന്നു അല്ലെ? അപ്പൊ സ്വാറൽ കമറു മുനീറൻ എന്നാണ് നമുക്ക് ഉത്തരം വേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഖാന, സ്വാറ, ബാത്ത, അസ്ബഹ, ഇത് 4 ഏത് വന്നാലും അതിനുശേഷമുള്ള ആദ്യത്തെ വാക്കിന് ലമ്മും രണ്ടാമത്തെ വാക്കിന് നസ്ബുമായിരിക്കും. അപ്പം ഇവിടെ നമുക്കൊരു ആദ്യത്തെ വാക്ക് ചേർക്കാനുണ്ട്. രണ്ടാമത്തെ വാക്ക് ഇവിടെ കാണാലോ. അതിനെന്താണ് നമ്മൾ നോക്കി, ഏതാണുള്ളത്? ഏതാണ് അതിന്റെ ഹർക്കത്ത്? നസ്ബാണ്, മുനീറൻ എന്നാണുള്ളത് അല്ലേ? അപ്പൊ ഖാന നോക്കിയേ, അപ്പം ഖാന, അപ്പൊ അൽ കമറൻ എന്നാണോ? അല്ല, തെറ്റായിരിക്കും അല്ലെ? അൽ കമറു എന്നാണോ? അൽ കമറ എന്നാണോ? അൽ കമരിൻ എന്നാണോ? തെറ്റാണ്. ഏതാണ്? അൽ കമറു എന്നാണ് ശരിയായ ഉത്തരം അല്ലെ? അപ്പൊ സ്വാറൽ കമറു ചന്ദ്രൻ ആയിത്തീർന്നു, മുനീറൻ പ്രകാശിക്കുന്നതായി തീർന്നു അല്ലെ? അപ്പൊ സ്വാറൽ കമറു മുനീറൻ. ഓക്കെ അല്ലേ? സ്വാറൽ കമറു മുനീറൻ അല്ലെ? ഓക്കെ. അപ്പൊ ഖാന, സ്വാറ, ബാത്ത, അസ്ബഹ, ഇതിൽ ഏത് വന്നാലും നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ശേഷം വരുന്ന ആദ്യത്തെ വാക്കിനും ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം കിട്ടണം. ഖാന, സ്വാറ, ബാത്ത, അസ്ബഹ, ഇത് 4 വാക്കിൽ ഏത് വന്നാലും അതിനുശേഷമുള്ള ആദ്യ വാക്കിന്റെ അവസാനത്തിൽ ലമ്മും രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തിൽ നസ്ബുമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അൽ മദ്രസത്തു. ഇനി അടുത്ത് നോക്കിയേ. അൽ മദ്രസത്തു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ മദ്രസത്തു എന്നുള്ളത് നമ്മൾ നോക്കുക. അൽ മദ്രസത്തു എന്നുള്ളത് മുദക്കറാണ്. അലിഫ്ലാം ഉണ്ടോ ഇല്ലയോ നോക്കുക ആദ്യം. അപ്പൊ അലിഫ്ലാം ഉണ്ട്. അപ്പൊ അലിഫ്ലാം ഇല്ലാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കാം അല്ലെ? അലിഫ്ലാം ഇല്ലാത്തതൊക്കെ ഒഴിവാക്കണ്ട. ഇത് നമ്മൾ പറഞ്ഞ മുബത്തദ് ഖബർ അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞത് സിഫത്ത് മൗസൂഫ് ആയിരുന്നു അല്ലെ? സിഫത്ത് മൗസൂഫ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ മുബത്തദ് ഖബറും ആകുമ്പോൾ പ്രത്യേകത നമുക്ക് നോക്കാം. അൽ മദ്രസത്തു എന്ന് പറയുന്നത്, മദ്രസ എന്ന് പറയുന്നത് വാസിഅത്തുൻ അല്ലെ? വാസിഅത്തുൻ എന്നാണ് ഉത്തരം വരിക. അൽ മദ്രസത്തു വാസിഅത്തുൻ എന്നാണ് ഉത്തരം വരിക. അൽ മദ്രസത്തു വാസിഅത്തുൻ. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ അൽ വലദു കുട്ടി, ശരിയായ ഉത്തരം അൽ വലദു മുജ്തഹിദുൻ. അൽ വലദു മുജ്തഹിദുൻ. അൽ ബിൻതല്ല, കാരണം ബിൻത്ത് എന്ന് പറയുന്നത് മുഅന്നസ് ആണ്. ഇവിടെ മുജ്തഹിദുൻ എന്നാണുള്ളത്, മുഅന്നസിനുള്ളതല്ല. അൽ ഔലാദ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആ താലിബത്ത് വിദ്യാർത്ഥിനിയായ സ്ത്രീന് ഉപയോഗിക്കുന്നതാണ് അല്ലെ? മുഅന്നസിന് ഉപയോഗിക്കുന്നതാണ്. നമുക്കിവിടെ വേണ്ടത് അൽ വലദു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അൽ വലദു മുജ്തഹിദുൻ. അടുത്ത
ഇനി നമുക്കൊക്കെ അറിയാവുന്ന ഖുർആനിലെ ഒരു ആയത്ത് കാണാലോ, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം. അല്ലേ, ഏതാണ്, ഏത് സൂറത്താണ് പറഞ്ഞേ? അൽ ഫലക്ക് എന്ന് അൽ ഫലക്ക് നമുക്ക് കാണാം, അൽ അലക്ക് കാണാം, അൽ ഫജ്ർ കാണാം, അൽ അയല കാണാം. ഇതിലേതാണ് അൽ അലക്ക്? അല്ലെ, അൽ ഫലക്കു അല്ല, അൽ ഫജ്റു അല്ല, അൽ അയല അല്ല. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ കലം ഏതാണ്? അൽ അലക്ക് എന്നുള്ള സൂറത്തിൽ നിന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കാണാലോ. മക്കാനുൻ നസ്തരി മിൻഹുൽ മലാബിസ. നോക്കിയേ, മക്കാനുൻ നസ്തരി മിൻഹുൽ മലാബിസ. അല്ലെ, വസ്ത്രം വാങ്ങുന്ന സ്ഥലം ഏതാണെന്ന് അറബിയിൽ കാണാടിയിൽ ഏതാണ് നോക്കിയേ. മക്കാനുൻ നസ്തരി മിൻഹുൽ മലാബിസ, വസ്ത്രം വാങ്ങുന്ന സ്ഥലം. 4 സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഒന്ന് മഹല്ലുൽ ഹുല്ലാർ, ഒന്ന് മഹല്ലുൽ മുജൗഹറാത്ത്, മഹലുൽ അക്മിഷത്ത്, മഹലുൽ അസ്മാക്ക്. ഇത് 4 ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ അടിയിലുള്ള ചോദ്യം നോക്കിയേ, നസ്തഖ്ദിമു ലിഉബൂരി ശാരിയ. അല്ലെ, റോഡ് മുറിച്ചു കടക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, നോക്കിയേ ഒന്നാമത്തെ മക്കാനുൻ നസ്തരി മിൻഹുൽ മലാബിസ്. അല്ലെ, വസ്ത്രം വാങ്ങുന്ന സ്ഥലം. മഹലുൽ ഹുല്ലാർ ആണോ? അല്ല. അല്ലെ, ഹുല്ലാർ എന്നാൽ ഹൽറവാത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഹൽറവാത്ത്, ഹുല്ലാർ എന്താണ്? പച്ചക്കറി. അല്ലെ, അപ്പൊ അവിടെയല്ല. അടുത്തതോ മഹലുൽ മുജൗഹറാത്ത്. അല്ലെ, മുജൗഹറാത്തിന്റെ സ്ഥലമാണോ? അല്ല. ജൗഹറത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ആഭരണങ്ങൾ. അല്ലെ, ഇനി അതുമല്ല. അടുത്തത് മഹലുൽ അസ്മാക്ക്. സമക്ക്, അസ്മാക്ക് എന്ന് പറഞ്ഞാൽ മീൻ. അല്ലെ, ഫിഷ്. അല്ലെ, അപ്പൊ ഫിഷ് അവിടെയുമല്ല. അടുത്തതോ മഹല്ലുൽ അക്മിഷ. അല്ലെ, മഹല്ലുൽ അക്മിഷയിൽ നിന്നാണ് നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങുന്നത്. അതാണ് ശരിയായ ഉത്തരം. അടുത്ത് നോക്കാം, നസ്തഖ്ദിമു ലിഉബൂരി ശാരിയ. അല്ലെ, റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത്. അല്ലെ, മഅബറുൽ മുഷാത്ത്. അല്ലെ, ഏതാണ് ശരിയായ ഉത്തരം? മഅബറുൽ മുഷാത്ത്. അല്ലെ, നടക്കുന്നവർക്ക് ഏതാണ്? സീബ്ര ലൈനുകൾ. അല്ലെ, മുറിച്ചു കടക്കാൻ സഹായിക്കുന്നതാണ് സീബ്ര ലൈനുകൾ. അല്ലെ, മമറുൽ മുഷാത്ത് ആണോ? ഫുട്പാത്ത് ആണോ? അല്ല, ഫുട്പാത്തിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ സാധിക്കില്ല. ഫുട്പാത്ത് ഇങ്ങനെ പോകുന്ന സ്ഥലം മാത്രമാണ്. അല്ലെ, അപ്പൊ മമറുൽ മുഷാത്ത് ഫുട്പാത്ത് അല്ലല്ലോ. വസത്തുശാരി റോഡിന്റെ മധ്യഭാഗമാണോ? ഇല്ല, റോഡിന്റെ മധ്യഭാഗത്തിലൂടെ ഒന്നും മുറിച്ചടക്കാൻ പറ്റൂല. പിന്നെയോ മൗക്കിഫുൽ ഹാഫില, ബസ് സ്റ്റോപ്പ് ആണോ? അല്ലെ, അതുമല്ല. പിന്നെ എന്താണ്? മഅബറുൽ മുഷാത്ത്. അല്ലെ, മഅബറുൽ മുഷാത്ത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇഖ്തരി സ്വഖമ സ്വഹീഹ്. സ്വഖമ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ജോഡി, പെയർ. അല്ലെ, അപ്പൊ ശരിയായ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാ പറയുന്നത്. അപ്പൊ ഇഖ്തർ തിരഞ്ഞെടുക്കൂ, അസ്വഖമ സ്വഹീഹ് ശരിയായ ജോഡി. നോക്കിയേ, അൽ ലൈല് രാത്രി, അൽ ഗദാ എന്താണ്? ഒരു ഇശാഇന്റെ സമയം. അല്ലെ, ഇനി അടുത്ത അൽ ളുഹ്ർ അസ്സുഹൂർ. അല്ലെ, ഏതാണ്? ളുഹ്റ്, സുഹൂർ. ഇതിൽ ഏതാണ് നമ്മൾ ശരിയായത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെ, നോക്കിയേ, അൽ ളുഹ്ർ എന്ന് പറയുന്ന സമയം ഏതാണ്? ഒരു ഉച്ച സമയം. അല്ലെ, സുഹൂറോ ഒരു അത്തായ സമയമാണ്. അല്ലെ, ഇനി അൽ ഫജ്ർ ഏതാണ്? ഫജ്ർ നോക്കിയേ, ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ എന്ന് പറയുന്നത് രാവിലത്തെ സമയമാണ്. അല്ലെ, അഷ എന്ന് പറഞ്ഞാൽ രാത്രിത്തെ സമയം. ഓക്കെ അല്ലേ? ഇനി സ്വബാഹ് എന്ന് പറയുന്നത് ഏതാണ്? സ്വബാഹ് രാവിലത്തെ സമയമാണ്. ഫുത്തൂർ എന്ന് പറയുന്നത് രാത്രി. അല്ലെ, മഗ്‌രിബിന്റെ ആ ഒരു സമയം. അല്ലെ, ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇഖ്തരിൽ ഇജാബത സ്വഹീഹ. അല്ലെ, ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കുക. മൻ ഉരിഫ ബി ഇംറാത്തൂറു താലീം. നേരത്തെ വന്ന അതേ ചോദ്യം തന്നെ. അല്ലെ, ഇംറാത്തൂറു താലീം എന്നുകൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? അബുൽ കലാം ആസാദ്. അല്ലെ, ഇംറാത്തൂറു താലീം അബുൽ കലാം ആസാദ്. ഓക്കെ അല്ലേ? ഇംറാത്തൂറു താലീം അബുൽ കലാം ആസാദ്. നോക്കിയേ, ഖാലിദും ഹാമിദും തമ്മിലൊരു കോൺവെർസേഷൻ. അല്ലെ, അതിൽ നമുക്ക് ഖാലിദിന്റെ ചോദ്യത്തിൽ ചേർക്കാൻ പറ്റിയ ഒരു ചോദ്യത്തിന്റെ ഒരു ഹർഫ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. അല്ലെ, ഇതിൽ ഏതാണ് കണ്ടുപിടിക്കണം? നോക്കിയേ, ഖാലിദുൻ ഡേഷ് ഇസ്തറൈത്ത ഹാദൽ കലം. അല്ലെ, ഈ പേന അല്ലെ, ഇസ്തറൈത്ത നീ വാങ്ങി, ഹാദൽ കലം അല്ലെ, ഈ പേന നീ എവിടുന്നോ വാങ്ങി എന്ന് എന്തോ ചോദിച്ചു. അപ്പൊ മറുപടി എന്താണ് പറഞ്ഞത്? ഇസ്തറൈത്തു ബി അശരി റൂബിയാത്ത്. അല്ലെ, ഇസ്തറൈത്തു ഞാൻ വാങ്ങി, ബി അശരി റൂബിയാത്ത് 10 രൂപക്കാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പൊ എന്താണ് ചോദിക്കുക? എത്ര പൈസക്കാണ് എന്നാണ് ചോദിക്കുക. കം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നാണ് അർത്ഥം. അല്ലെ, അയിനാന്ന് വെച്ചാൽ എവിടെ നിന്നാണ്. അല്ലെ, ബിക്കം
എത്ര കൊണ്ടാണ് നീ വാങ്ങിയത് എന്ന അർത്ഥം വരിക. മൻ എന്ന് വെച്ചാൽ ആരാണെന്ന് വരും അല്ലെ. നമ്മൾ ഉത്തരം നോക്കാം. ഉത്തരത്തിൽ എന്താ പറഞ്ഞത്? 10 രൂപക്ക് ഞാൻ ഈ പേന വാങ്ങി എന്നാ പറഞ്ഞത്. അപ്പൊ ചോദ്യം നമ്മൾ എന്താക്കണം? ബിക്കം അല്ലെ, എത്ര പൈസക്കാണ്, എത്ര പൈസ കൊണ്ടാണ് ഇസ്തറൈത്ത നീ വാങ്ങിയത്, ഹാദൽ കലമ ബിക്കം, ഇതാണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഉത്തരം നോക്കുക, എന്നിട്ട് വേണം അതിന്റെ ചോദ്യത്തിൽ ചേർക്കാൻ പറ്റിയത് ഏതാണെന്നുള്ള ശരിയായ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം ഉത്തരത്തിൽ ഹാമിദ് പറയുന്നു ഇസ്തറൈത്തു ഞാൻ വാങ്ങി ബി അശരി റൂബിയാത്ത് 10 രൂപക്കാണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാ? ബിക്കം ഇസ്തറൈത്ത ഹാദൽ കലമ. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് കാണാം. കമ്മിലിൽ ഹിവാറ ബി അദാത്തിൽ ഇസ്തിഫാമിൽ മുനാസബ അല്ലെ. ഇതിവിടെ 4 ഇസ്തിഫാമിന്റെ ഹർഫുകൾ അല്ലെ, 4 ഇസ്തിഫാമുകൾ, ചോദ്യത്തിന് പറ്റിയ ഹർഫുകൾ നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ ചോദ്യം നോക്കി ഈ 2 സംഭാഷണങ്ങൾ നോക്കി അവിടെ അനുയോജ്യമായത് നമ്മൾ പൂർത്തിയാക്കണം അല്ലെ. അപ്പൊ നമ്മുടെ വാലിദും ഉപ്പയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പൊ ഉപ്പ ചോദിക്കുകയാണ് ഡേഷ് തദ്ഹബുൽ മദ്രസ, നീ സ്കൂളിലേക്ക് പോകുന്നു. നോക്കിയേ, അപ്പം കുട്ടി പറയുന്നു അദ്ഹബുൽ മദ്രസ റാക്കിബൻ. അപ്പൊ ഉപ്പ എന്താ ചോദിക്കുക? കുട്ടി എന്താ പറയുന്നത്? ഞാൻ സ്കൂളിലേക്ക് വാഹനത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഉപ്പ എന്താ ചോദിക്കുന്നത്? അതിന്റെ ചോദ്യം എന്താ ഉണ്ടാവുക? എങ്ങനെയാണ് അല്ലെ നീ സ്കൂളിലേക്ക് പോകുന്നത്? ലിമ എന്നുണ്ട് നമ്മുടെ ചോദ്യത്തിലുണ്ട്, കൈഫ എന്നുണ്ട്, മാത എന്നുണ്ട്, മത്ത എന്നുണ്ട് അല്ലെ. അപ്പൊ ലിമ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന്, അതാണോ ചോദ്യം? അല്ല. കൈഫ എങ്ങനെയാണ് അല്ലെ, എങ്ങനെയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്? അതിനുള്ള ഉത്തരമാണ് അദ്ഹബുൽ മദ്രസ റാക്കിബൻ, ഞാൻ വാഹനത്തിലാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത്. ഇനി മാത എന്താണ് നീ സ്കൂളിലേക്ക് പോകുന്നത് എന്നാണോ ചോദ്യം? അല്ല. ഇനി മത്ത എന്നാണോ, എപ്പോഴാണെന്നാണോ? അല്ല. നമ്മുടെ ചോദ്യം കൈഫ എന്നാണ് അല്ലെ. കൈഫ എങ്ങനെയാണ്? കൈഫ തദ്ഹബു ഇലൽ മദ്രസ, എങ്ങനെയാണ് നീ മദ്രസയിലേക്ക് പോകുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത 4 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ പെടാത്തത് അല്ലെ. എഖ്തർ ഖൈറൽ മുത്തജാനിസ് അല്ലെ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, അമലത്തിൽ ജിറാഹിയ അല്ലെ. എന്താണ് അമലത്തിൽ ജിറാഹിയ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളും മറ്റു ഒരു കാര്യവും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ കൂട്ടത്തിൽ പെടാത്തത്. നോക്കിയേ, അമലത്തിൽ ജിറാഹിയ എന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ അല്ലെ, അതിന്റെ പ്രക്രിയകൾ. പിന്നെയോ ഇക്കത് അല്ല. പിന്നെയോ മുസ്തഷ്ഫ ഹോസ്പിറ്റല്, തൊബീബ്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം കൂട്ടത്തിൽപ്പെടാത്തത് ഐക്യതായിരിക്കും. കാരണം അമലത്തിൽ ജിറാഹി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ നമ്മളെ മുറിവുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നത്. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ, തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അല്ലേ. ഓക്കെ ഓക്കെ. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓരോ ചോദ്യങ്ങൾ നോക്കിയേ. സാഫറ ഗാന്ധി അല്ലെ, മഹാത്മാഗാന്ധി യാത്ര പോയി ഡാഷ് ആഫ്രിക്ക അല്ലെ, ആഫ്രിക്കയിലേക്ക് യാത്ര പോയി. അവിടെ തേക്ക് എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല ആണോ, മൻ എന്നാണോ, ഇല എന്നാണോ, അൻ എന്നാണോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല അല്ലെ. ഇല എന്നാകുമ്പോൾ അവിടെ തേക്ക് എന്നുള്ള അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഓക്കെ. ഷഹദൽ വലതു വിദ്യാർത്ഥി കണ്ടു. അത്തിൽഫാസ അത്തിൽഫാസി അത്തിൽഫാസു തിൽഫാസുൻ. ഏതാണ് ശരിയായ ഉത്തരം? പറഞ്ഞേ, ഏതാണ് ശരിയായ ഉത്തരം? നമ്മൾ പറഞ്ഞു ഷാഹദൽ വലതു എന്ന് പറയുമ്പോൾ കുട്ടി കണ്ടു അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫായിലാണ് ആര്? നമ്മുടെ വലതു എന്നുള്ളത് അല്ലെ. ഇനി എന്തിനെ കണ്ടു എന്നുള്ളത് മഫ്ഊലുമായിരിക്കും. അപ്പൊ മഫ്ഊലിന് എന്താണ് അർഹത? നമ്മൾ പറഞ്ഞത് ഫതഹ് അല്ലെ, മഫ്ഊലിന് ഫതഹ്. അപ്പം അത്തിൽഫാസ എന്നുള്ളതാണ് ഫതഹുള്ള മഫ്ഊൽ അല്ലെ, അത്തിൽഫാസ. മൂന്നാമത്തെ നോക്കിയേ, ഇഖ്തരിൽ ഖാരിജ മിനൽ മജ്മുഅ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, കൂട്ടത്തിൽ പെടാത്തത് നോക്കി ആരൊക്കെയാണ്? ഉഖ്ത് പെങ്ങൾ അല്ലെ, ഉമ്മ അല്ലെ, ജദ്ദത്ത് ഉമ്മാമ, ജദ് വെല്ലിപ്പ അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? നമ്മൾ നോക്കിയേ, ഒന്നാമത്തെ ഉഖ്ത് പെങ്ങളും ഉമ്മയും വെല്ലിമ്മയും, ഇവര് 3 ആളും സ്ത്രീകളാണ് അല്ലെ. അടുത്ത ജദ് എന്ന് പറയുന്നത് വെല്ലിപ്പ അല്ലെ, അത് പുരുഷനാണ്. അപ്പൊ മറ്റു 3 എണ്ണത്തിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് ജദ് എന്നുള്ളതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അക്കലത്ത് ഷബാന, ഷബാന കഴിച്ചു. അൽ മൗസ പഴം കഴിച്ചു അല്ലെ. പിന്നെയോ അൽ കലിമത്ത് തുഷീറുല. ഇനി മൗസ് എന്ന് പറയുന്ന കലിമത്ത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇപ്പൊ ഷബാന പഴം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഷബാന എന്ന് പറയുന്നത് അവിടുത്തെ ഫായിലും പഴം എന്ന് പറയുന്നത് അവിടുത്തെ മഫ്ഊലുമായിരിക്കും. ഓക്കെ. പഴം എന്ന് പറയുന്നത് അവിടുത്തെ മഫ്ഊല്, ഷബാന അവിടുത്തെ ഫായിലായിരിക്കും അല്ലെ. അപ്പം മൗസ് എന്ന് പറയുന്നത് മഫ്ഊലു ബിഹി. ഓക്കെ അല്ലേ? മഫ്ഊലു ബിഹി ആണ്, ഫിഅലു അല്ല, ഫായിലു അല്ല, മുബ്തദു അല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്,
ഹംസത്തു അല്ലെ 5 അംഗങ്ങളുണ്ട് എന്നാണ് പറയേണ്ടത്. ഹംസത്തു അളവിന്നാണോ, ഹംസത്തു അള എന്നാണോ, ഹംസത്തു അളവിന്നാണോ, ഹംസത്തു അളഇൻ അല്ലെ. ഫി ബൈത്തി ഹംസത്തു അളഇൻ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത് ഫി ബൈത്തി ഖംസത്തു അഅ്ളാഇൻ. ഓക്കെ. യഫൂസു തുല്ലാബു വിദ്യാർത്ഥികൾ വിജയിക്കുന്നു. എങ്ങനത്തെ വിദ്യാർത്ഥികളാണ്? അൽ മുജ്തഹിദൂന. യഫൂസു തുല്ലാബുൽ മുജ്തഹിദൂന. മരീലുൻ മരീലുൻ ജംഉഹു. മരീൽ എന്ന് പറഞ്ഞാൽ ഒരു രോഗി അല്ലെ. ജംഉഹു അതിന്റെ ഒരുപാട് രോഗികൾ എന്നെങ്ങനെയാ പറയാ? അംറാലുൻ എന്നാണോ, മർല എന്നാണോ, മറലുൻ എന്നാണോ, മുമരിലുൻ എന്നാണ്? ഏതാണ് ഉത്തരം? മർല. ഓക്കെ. നോക്കിയേ, മരീലിന്റെ ജം ആണ്. മരീൽ എന്ന് പറഞ്ഞാൽ ഒരു രോഗി, മർല എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികൾ. ഓക്കെ അല്ലേ? അപ്പൊ മരീലിന്റെ ജം മർല. ഓക്കെ. അടുത്തത് നാഫിയ വ നജീബ് അല്ലെ. 9ാമത്തെ നോക്കിയാൽ നാഫിയ വ നജീബ്. വളരെ ഇമ്പോർട്ടന്റ് ആയത് മാത്രമാണ് പറയുന്നത്. നാഫിയ വ നജീബ് അല്ലെ. നാഫിയും നജീബ് 2 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 പേര് പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. നാഫിയ വ നജീബ് ഡാഷ് ഇലൽ ബൈത്തി അല്ലെ. വീട്ടിലേക്ക് അവർ പോകുന്നു. അപ്പൊ യദ്ഹബു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പോകുന്നു. യദ്ഹബാനി അവർ 2 പേര് പോകുന്നു. തദ്ഹബാനി അവർ 2 സ്ത്രീകൾ പോകുന്നു. തദ്ഹബു അവൾ പോകുന്നു. ഏതാണ് ശരിയായ ഉത്തരം? യദ്ഹബാനി അല്ലെ. നാഫി വ നജീബ് യദ്ഹബാനി ഇലൽ ബൈത്തി. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത് നോക്കിയേ, കതബത്വാലിബു വിദ്യാർത്ഥി. വിദ്യാർത്ഥി എഴുതി. അദ്ദർസ പാഠത്തെ എഴുതി. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. ജാലിസ എന്ന് വെച്ചാൽ ഇരുന്നതായ രീതി, ഇരുന്നു കൊണ്ട്. ജാലിസത്ത് എന്ന് വെച്ചാൽ അവളൊരു സ്ത്രീ ഇരുന്നു കൊണ്ട്. ജലസത്ത് എന്ന് വെച്ചാൽ അവളിരുന്നു. ഏതാണ് ശരിയായ ഉത്തരം? പറഞ്ഞേ. ജലസ എന്ന് വെച്ചാൽ ഇരുന്നു എന്നാണ് അർത്ഥം വരിക. നമുക്ക് അങ്ങനെയല്ല വേണ്ട. വിദ്യാർത്ഥി ഇരുന്നു കൊണ്ട് പാഠം എഴുതി എന്നാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ജലസ എന്നുള്ള ഫീൽ ഉപയോഗിക്കൂല, തെറ്റാണ് അല്ലെ. ജലസത്ത് എന്ന് ഉപയോഗിക്കൂല, പെണ്ണിന് ഉപയോഗിക്കുന്നതാണ്. ഇത് രണ്ടെണ്ണത്തിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നോക്കണം ഇവിടെ ആരാണ് എഴുതിയത്? വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിനിയാണോ അല്ലെ? ആണാണോ മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണല്ലോ. അപ്പൊ ജാലിസൻ എന്നുള്ളതാണ് മുദക്കറിന് ഉപയോഗിക്കുന്നത്. ജാലിസത്തൻ എന്നുള്ളത് മുഅന്നസിന് അല്ലെ. മുഅന്നസാണ് ജാലിസത്ത്. ജാലിസ് എന്നുള്ളത് മുദക്കറാണ് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാണ്? ജാലിസൻ അല്ലെ. കതബത്വാലിബു വിദ്യാർത്ഥി എഴുതി. അദ്ദർസ പാഠത്തെ. ജാലിസൻ ഇരുന്നു കൊണ്ട് അല്ലെ. ഓക്കെ. അൽ വലദു. ഇനി അടുത്തൊരു സംഭാഷണം കാണാം. അൽ വലദു കുട്ടി ചോദിക്കുകയാണ്, ഇല അയിന തദ്ഹബു നീ എവിടത്തേക്കാണ് പോകുന്നത് അല്ലെ. അൽ ഇബ്നു അപ്പം കുട്ടി എന്താ പറയാ? ഞാൻ മദ്രസയിലേക്ക് പോകുന്നു അല്ലെ. ഞാൻ പോകുന്നു എന്ന് വേണം. ഏതാണ്? യദ്ഹബു എന്നാണോ? തെറ്റല്ലേ. ദഹബ എന്നാണോ? തെറ്റല്ലേ. തദ്ഹബു എന്നാണോ? തെറ്റല്ലേ. ഏതാണ് ശരിയായ ഉത്തരം? അദ്ഹബു അല്ലെ. ഞാൻ പോകുന്നു. ഇലൽ മദ്രസ. അദ്ഹബു ഞാൻ പോകുന്നു. ഇലൽ മദ്രസ മദ്രസയിലേക്ക് ഞാൻ പോകുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ലാ തഅബുർ നീ എന്താക്കരുത്? വിട്ടുകിടക്കരുത്. അശാരിഅ റോഡ് നീ വിട്ടുകിടക്കരുത്. ഹീന യകൂനു ലൗഅൽ ഇഷാറ അല്ലെ. നമ്മളെ ട്രാഫിക് സിഗ്നൽ ആകുമ്പോൾ എന്താകുമ്പോ? അഹ്മർ ആകുമ്പോഴാണോ, അഖ്ലർ ആകുമ്പോഴാണോ, അസ്ഫർ ആകുമ്പോഴാണോ, അസ്റഖ് ആകുമ്പോഴാണോ? ഏതാകുമ്പോഴാണ് വിട്ടുകിടക്കാതിരിക്കേണ്ടത്? അഖ്ലർ ആകുമ്പോ അല്ലെ. ശരിയായ ഉത്തരം അഖ്ലർ ആകുമ്പോ അല്ലെ. പച്ചയാകുമ്പോ അല്ലേ. ഓക്കെ. ലാ തഅബുറു ശാരിഅ ഹീന യകൂനു ലൗഅൽ ഇഷാറ അഖ്ലറ. ഓക്കെ. നോക്കിയേ അടുത്തത് നോക്കിയേ. അൽ ബിന്തുൽ മുജ്തഹിദത്തു. നോക്കിയേ അൽ ബിന്തു. ബിന്തിന് അലിഫ്ലാം ഉണ്ട്, മുജ്തഹിദത്തിന് അതുപോലെ തന്നെ താ ഉണ്ട് അല്ലെ. ഇതല്ല മുജ്തഹിദർ എന്ന ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അൽ മുജ്തഹിദ് അതും ആണുങ്ങൾക്കാണ്. അലിഫ്ലാം ഉണ്ട് അല്ലെ. മുജ്തഹിദത്തു എന്നുള്ളത് അലിഫ്ലാം ഇല്ല. അൽ ബിന്തിന് അലിഫ്ലാം ഉണ്ട്. അപ്പൊ ഇതും അല്ല. അപ്പൊ അൽ ബിന്തുൽ മുജ്തഹിദത്തു പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിനി. തഖറഉ ദർസ പാഠം വായിക്കുന്നു. കുല്ല യൗമിൻ എല്ലാ ദിവസവും. ഓക്കെ അല്ലേ. ഓക്കെ. യാ ഹാമിദ് അല്ലെ. ഇനി നമുക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ യാ ഹാമിദ്, ഹാമിദേ ഉക്തുബ് എന്നാണ് വരിക അല്ലെ. നീ എഴുത് എന്നാണ് പറയേണ്ടത്. ഒരാളെ വിളിച്ചു പറയുമ്പോ യാ ഹാമിദ്, ഹാമിദേ കതബ
എഴുതി, അല്ലെ യക്തുബു എഴുതുന്നു, അല്ലെങ്കിൽ കത്തബുൻ എഴുത്ത്, അങ്ങനെയാണ് നമ്മൾ പറയുക. അല്ല, ഒരാളെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അവനോട് എഴുതാനാണ് നമ്മൾ നിർബന്ധിക്കുക അല്ലെ. അപ്പോ യാ ഹാമിദ്, ഹാമിദ് ഉക്തുബ് നീ ഏത്, അത്തംരീന നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ നീ എഴുതി, ജയ്യിദൻ ശരിയായ രീതിയിൽ എഴുത് എന്നാണ് വേണ്ടത് അല്ലേ. ഓക്കെ. ഇനി ഉമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെ. ഉമ്മ ചോദിക്കും ഐന അല്ലെ കിതാബുക, അപ്പൊ മകൾ മറുപടി പറയുന്നത് എന്താണ്, കിതാബി ഫിൽ ഹക്കീബ, എന്റെ പുസ്തകം എന്റെ ബാഗിലുണ്ട് എന്ന് പറയില്ലേ. അപ്പൊ ഉമ്മ എന്താ ചോദിക്കുക, ഐന കിതാബുക്കി, എവിടെയാണ് നിന്റെ കിതാബ് ഉള്ളത് എന്ന് ചോദിക്കും അല്ലെ. ഐന കിതാബുക്കി, മൻ കിതാബുക്കി, ആരാണ് നിന്റെ കിതാബ് ചോദിക്കോ. മാ കിതാബുക്കി, എന്താണ് നിന്റെ കിതാബ്. മാതാ കിതാബുക്കി, എന്താണ് നിന്റെ കിതാബ് ചോദിക്കോ ഇല്ല അല്ലെ. അപ്പൊ എന്താ ചോദിക്കുക, ഐന കിതാബുക്കി. ഓക്കെ അല്ലേ. ഓക്കെ. കറഅൽ വലതു, നോക്കിയേ, കറഅൽ വലതു വിദ്യാർത്ഥി വായിച്ചു, കറഅൽ വലതു വിദ്യാർത്ഥി വായിച്ചു, അൽ ജരീദത അല്ലെ നമ്മൾ പറഞ്ഞു. ഇനി മഫ്ഊലാണ് വേണ്ടത്. ഖറഅ ഫിഅൽ, അൽ വലതു വിദ്യാർത്ഥി നിന്ന് ഫായിൽ, അതിന്റെ മഫ്ഊൽ എന്താണ്, അൽ ജരീദത. നമ്മൾ ഫായിലിനെ കുറിച്ച് മഫ്ഊലിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ചെയ്യുന്ന ആള് വിദ്യാർത്ഥി അല്ലെ. ഇനി അവിടെ മഫ്ഊല് അതിന് ഫതഹാണ് വേണ്ടത് അല്ലേ. അപ്പം അൽ ജരീദത്ത എന്നാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഫതഹ് ഉണ്ടല്ലോ, ഇവിടെ ജരീദത്തിന് ഇവിടെ കെസ്റാണുള്ളത്, ഇവിടെ ലമ്മാണുള്ളത്. ഓക്കെ അല്ലേ. ഇവിടെ ജമീഉൽ ഇജാബത്ത് സഹീൻ, എല്ലാ ഉത്തരവും ശരിയാണ്, തെറ്റാണ് അല്ലെ. അല്ല, അൽ ജരീദത്ത് മാത്രമാണ് ശരിയായത്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. യസ്ലു എന്ന് പറഞ്ഞാൽ എത്തുന്നു, വസലത്ത് പറഞ്ഞാൽ അവളെത്തി, തസിലു എന്ന് വെച്ചാൽ അവൾ എത്തുന്നു, വസല എന്ന് വെച്ചാൽ അവൻ എത്തി. നോക്കിയാൽ നമുക്ക് അഹി എൻ്റെ സഹോദരൻ, ഇലൽ ബൈതി വീട്ടിലേക്ക്, കബല യൗമനി 2 ദിവസം മുമ്പ് എത്തി എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം വസല എന്നാണ് വേണ്ടത്, കാരണം അവനൊരു പുരുഷൻ എന്ന് പറയുകയാണെങ്കിൽ വസലയാണ് അല്ലേ. അപ്പൊ അവൻ എത്തി എന്നാണ് ഉത്തരം വരിക. നേരത്തെ യസ്ലു എന്നാണെങ്കിൽ അവൻ എത്തുന്നു എന്നാണ് ഉത്തരം. അപ്പം 2 ദിവസം മുന്നേ അവൻ എത്തുന്നു എന്നാണ് നമ്മൾ പറയാ അല്ല അല്ലെ. അപ്പം വസല എത്തി അല്ലേ. ഇനി തസിലു ആണെങ്കിലോ അവളാണ്, വസലത്തും അവളാണ്. അപ്പൊ അവളല്ല, അഹി എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരനാണ്. അപ്പം വസല അല്ലെ, വസല എത്തി, അഹി എന്റെ സഹോദരൻ, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, കബല യൗമൈനി 2 ദിവസം മുമ്പ് അല്ലേ. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ യഖഉ, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. യഖഉ അല്ലെ, യഖഉ സ്ഥിതി ചെയ്യുന്നു, അൽ മസ്ജിദുൻ നബവി അല്ലെ, മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നു, ഫി മക്കത്തുൽ മുക്കറമയിലാണോ, അല്ല മദീനത്തുൽ മുനവ്വറയിലാണോ, അതെ അല്ലെ മദീനത്തുൽ മുനവ്വറയിലാണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഫലസ്തീനിലാണോ, അല്ല ജമീൽ ഇജാബത്തി സഹിയുൻ, അല്ല എല്ലാ മേലത്തെ മൂന്നും ശരിയാന്നാ പറഞ്ഞത്, തെറ്റാണ് അല്ലെ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മദീനത്തുൽ മുനവ്വറ അല്ലെ. അപ്പൊ മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ക്ലാസ്സുമായി നമ്മൾ പറഞ്ഞു, നമ്മുടെ അറബിക് പോർഷനിലുള്ള നമ്മുടെ ഗ്രാമർ ആണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക, വളരെ കുറഞ്ഞ ചില GK ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ആ GK ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇംറാത്തോറു താലിമാരാണ്, അങ്ങനെയുള്ള വളരെ നമുക്ക് അറിയാവുന്ന വളരെ കുറച്ച് ചോദ്യങ്ങളെ അറബിയുമായി ബന്ധപ്പെട്ട GK ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഗ്രാമറുകൾ നമ്മൾ പറഞ്ഞതുപോലെ സിഫത്ത് മൗസൂഫ്, പിന്നെ അല, ഇല, അൻ, മൻ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന്റെ ആശയങ്ങൾ എങ്ങനെയാ വരിക എന്ന് പഠിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ഇതുപോലത്തെ ചില നമ്മുടെ പാഠത്തിലുള്ള ഓരോ ചില കവിതകൾ ചോദിച്ചിട്ട്, നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ ചില കവിതകൾ ചോദിച്ചിട്ട് ഈ കവിത ആരുടെ കവിതയാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ നമ്മളോട് അങ്ങനെ പുറത്തുനിന്ന് ചോദിക്കുള്ളൂ. ബാക്കി ഗ്രാമറുമായി ബന്ധപ്പെട്ടതായിരിക്കും കൂടുതലും. അപ്പൊ ഗ്രാമറുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറഞ്ഞു സിഫത്ത് മൗസൂഫ് അല്ലെ, നമ്മൾ സിഫത്ത് മൗസൂഫ് ഏതാണോ അത് തന്നെയായിരിക്കും സിഫത്തിന് വരേണ്ടത്. അപ്പൊ ശരിക്കും നോക്കിയിട്ട് മാത്രം ഉത്തരം എഴുതുക. വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ക്ലാസ്സുകൾ മുഴുവൻ ചോദ്യങ്ങളും ഒന്നുകൂടി റിവിഷൻ ചെയ്ത് പഠിക്കുക. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.